ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഒരു പുണ്യ സദസ്സാണ്. അനവധി സന്യാസി ശ്രേഷ്ഠന്മാർ, അവധൂതന്മാർ, ഭക്തന്മാർ, പരിചയമുള്ള മുഖങ്ങളാണ്, ഭാഗവത ബന്ധുക്കളാണ്. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഈ സംസാരമാകുന്ന സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഭാഗവതത്തെയാണ്. ഈ ഭാഗവതം കേവലം ഒരു പുസ്തകമായിട്ട് മാത്രമല്ല ഭക്തന്മാർ കാണുന്നത്. പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി, ഇത് കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാരൊക്കെ പട്ടിൽ പൊതിഞ്ഞു കൊണ്ട് നടക്കും ഈ പുസ്തകം. നമ്മുടെ ഗുരുനാഥൻ, അദ്ദേഹത്തിന് ആ പുസ്തകം പഴയ പുസ്തകമാണ് ഭാഗവതം, അത് കീറിയിട്ടുണ്ട്. അപ്പം അടുത്തുള്ളൊരാൾ ചോദിച്ചു, എന്നാൽ അത് കൊണ്ടു കൊടുത്തിട്ട് ബൈൻഡ് ചെയ്യല്ലേ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു വേണ്ട. എന്താ കാരണം? സൂചി കൊണ്ട് കുത്തില്ലേ. എന്താണ്? പേപ്പറാ കുത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അതല്ല തോന്നുന്നത്. പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി, സൂചി കൊണ്ട് കുത്തില്ലേ, അതുകൊണ്ട് വേണ്ട, ഞാൻ അത് പൊതിഞ്ഞു വെച്ചോളാം. അതാണ്. ചിലപ്പോൾ നമുക്കത് ഒരു തമാശയായിട്ട് തോന്നാം, പക്ഷെ അതല്ല, അദ്ദേഹത്തിൻ്റെ ഭാവം അങ്ങനെയാണ്. ഇത് കേവലം പുസ്തകമായിട്ടല്ല കാണുന്നത്, അത് ഭഗവാൻ തന്നെയാണ്. ഭാഗവതം പുസ്തകമല്ല, ഈശ്വരൻ തന്നെ, കൃഷ്ണൻ തന്നെ. അപ്പോൾ ഇത് ഭഗവാനാണെങ്കിൽ ഇതിലെ ഓരോ സ്കന്ധങ്ങളും ഭഗവാന്റെ അംഗങ്ങളാവണമല്ലോ. അതെ, പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദമായിട്ടാണ് പറയുക. ദ്വിതീയ സ്കന്ധം, തൃതീയ സ്കന്ധം ഭഗവാന്റെ അരക്കെട്ടായിട്ട് പറയാം. അതാണ്, അതിൽ സൃഷ്ടിയൊക്കെ വർണ്ണിക്കും. പഞ്ചമസ്കന്ധം ഭഗവാന്റെ കുക്ഷിയാണെന്നാണ്, ഉദരമാണ്. കാരണം ഗ്രഹങ്ങളെപ്പറ്റി, നക്ഷത്രങ്ങളെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. പ്രളയകാലത്തിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളെയൊക്കെ ഭഗവാൻ വിഴുങ്ങുന്നാണല്ലോ സങ്കല്പം. അപ്പോൾ കുക്ഷിയാണ് വയറ്. ഷഷ്ടസ്കന്ധം നാമമഹിമ എടുത്തു പറയുന്ന ഭാഗ. നാരായണ നാമമഹിമ, നാരായണ കവചമന്ത്രം, ഭക്തനായിട്ടുള്ള വൃത്രാസുരൻ്റെ കഥ. ആ ഭാഗം ഭഗവാന്റെ ഹൃദയമായിട്ടാണ് പറയുക. ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം വേണോ നാമം ജപിക്കുക എന്നാണ്. സപ്തമസ്കന്ധം ഭഗവാന്റെ കണ്ഠമായിട്ട് പറയും. ഭക്തപ്രഹ്ലാദൻ്റെ കഥ, സദാചാരം ഒക്കെ അവിടെ വിസ്തരിക്കുന്നുണ്ട്. പിന്നീട് 2 കൈകൾ, അതാണ് അഷ്ടമസ്കന്ധം, നവമസ്കന്ധം. ക്ഷത്രിയന്മാരുടെ കഥയാണ്. അവർക്ക് കൈക്കരുത്താണുള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ കൈകളായിട്ട് പറയാറുണ്ട്. മനോഹരമായ ദശമസ്കന്ധം, അത് ഭഗവാന്റെ മുഖാത്രേ. മുഖം കേമാണല്ലോ. അതെ, കുറച്ചധികം പ്രാധാന്യം മുഖത്തിനില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ദശമസ്കന്ധത്തിന് കുറച്ചധികം പ്രാധാന്യമുണ്ട്. 90 അധ്യായങ്ങളാണ്. അത്ര അധ്യായങ്ങൾ മറ്റ് സ്കന്ധങ്ങൾക്കില്ല. അതാണ്. അതോടുകൂടി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഭഗവാന്റെ ശിരസ്, അതാണ് ഏകാദശ സ്കന്ധം. അവിടെ വിചാരമാണ് പ്രധാനം. ആ ശിരസിൽ ചാർത്തിയ മനോഹരമായ കിരീടം. ഏകാദശ സ്കന്ധത്തിൽ അനവധി രത്നങ്ങൾ കാണാം, ഇല്ലേ? രത്നങ്ങളൊക്കെ പതിച്ച മനോഹരമായ കിരീടമാണ്. ഉപദേശ ഭാഗങ്ങൾ കാണാം. നിമി നവയോഗി സംവാദം ഒരു രത്നാണ്. 24 ഗുരുക്കന്മാരുടെ കഥ വേറൊരു രത്നാണ്. ഭിക്ഷുഗീത, ഇളഗീത ഒക്കെ രത്നങ്ങളാണ്. ഹംസഗീത. അതോടുകൂടി കഴിഞ്ഞു ഇല്ല. ആ കിരീടത്തിന് മുകളിലൊരു മയിൽപ്പീലിയുണ്ട്. ചെറിയ മയിൽപ്പീലിയാണ്.
ചെറുതാണെങ്കിൽ അതിന് സൗന്ദര്യം വളരെ വലുതാണ്. അവസാനം ഒരു സ്കന്ധമുണ്ട്, വളരെ കുറച്ച് അധ്യായങ്ങളേ ഉള്ളൂ, 13 അധ്യായങ്ങളേ ഉള്ളൂ. 12ാമത്തെ സ്കന്ധം അത് മയിൽപ്പീലിയായിട്ടാണ് പറയുക. ഇത് ഭക്തന്മാരുടെ വ്യാഖ്യാന, പ്രമാണ ഗ്രന്ഥമൊന്നുമില്ല. ഏത് പുസ്തകത്തിൽ പറഞ്ഞു ചോദിച്ചാൽ ഒരു പുസ്തകത്തിലും ഇതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ആചാര്യന്മാർ പറയാറുണ്ട്, ഭക്തന്മാരുടെ ഭാവമാണത്. ഇവിടെ നമ്മളുടെ വിഷയം പഞ്ചമസ്കന്ധമാണല്ലോ, അതിൽ ഋഷഭോപദേശമാണ്. പഞ്ചമസ്കന്ധത്തിൻ്റെ ലക്ഷണം എന്താ? സ്ഥാനം എന്നാണ്. ഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധത്തിലെ അവസാന അധ്യായത്തിൽ പറയും, ഇനിയുള്ള സ്കന്ധങ്ങൾക്കൊക്കെ ലക്ഷണങ്ങളുണ്ട്. പുരാണമാവുമ്പോൾ 5 ലക്ഷണങ്ങളുണ്ടാവും. മഹാപുരാണാണെങ്കിലോ 10 ലക്ഷണങ്ങളുണ്ടാവും. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. ഇങ്ങനെ 10 ലക്ഷണങ്ങളോട് കൂടിയതാണ് ഭാഗവതം. പിന്നെ 3ാമത്തെ സ്കന്ധം മുതൽ ലക്ഷണങ്ങളുണ്ട്. സർഗം, വിസർഗം, ഇതാണ് 3ാമത്തെ സ്കന്ധം. സർഗം. 4ാമത്തെ സ്കന്ധം വിസർഗം. നമ്മുടെ വിഷയം 5ാമത്തെ സ്കന്ധമാണ്. അപ്പോൾ 5ാമത്തെ സ്കന്ധത്തിൻ്റെ ലക്ഷണം സ്ഥാനം എന്നാണ്. എന്താ സ്ഥാനം എന്ന് പറഞ്ഞാൽ? സ്ഥാനം എന്ന് പറയുന്ന സമയത്ത് എത്രയോ ബ്രഹ്മാണ്ഡങ്ങളുണ്ടെന്നാണ്. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. അതിലൊരു ബ്രഹ്മാണ്ഡം, അനവധി ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അതിൽ ചെറിയൊരു ഗ്രഹം ഭൂമി, അതിൽ ചെറിയൊരു സ്ഥലം അല്ലേ, അതാണ് ഭാരതം. അതിൽ ചെറിയൊരു സ്ഥലമാണ് കേരളം. അതിൽ ചെറിയൊരു സ്ഥലമാണ് തൃശ്ശൂർ. അതിൽ ചെറിയൊരു സ്ഥലമാണ് പറളിക്കാട് അല്ലേ. അതിൽ ചെറിയൊരു വീടും വെച്ച് ചെറിയൊരു മനുഷ്യനാണ് ഞാനെങ്കിലും നമ്മുടെയൊക്കെ ധാരണ എന്താ? ഇതെൻ്റെ തലയിലാ അല്ലേ, ഞാനില്ലെങ്കിൽ ശരിയാവില്ല എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെന്നല്ല, എനിക്കുണ്ട്. എൻ്റെ കാര്യം പറയാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല എന്ന് കാണിക്കാനാണ്. നമുക്കൊന്നും പടി ഒരു സ്ഥാനവുമില്ല. നമ്മളില്ലെങ്കിൽ ഇതൊക്കെ ഇതിനേക്കാൾ ഭംഗിയിൽ വൃത്തിയിൽ നടക്കും എന്നേ വിചാരിക്കാവൂ. ഭഗവാന്റെ കയ്യിലൊരു ഉപകരണം മാത്രമാണ്, വലിയൊരു സ്ഥാനം നമുക്കില്ല എന്ന് കാണിക്കാൻ സ്ഥാനം എന്ന് കരുതി കുറവായിട്ട് കണക്കാക്കണ്ട. ഞാനൊന്നിനും കൊള്ളില്ല, മഹാഭാവി, ദുഷ്ടൻ, അയ്യേ മോശം, അങ്ങനെ കരുതണ്ട. വലിയൊരു സ്ഥാനം നമുക്കുണ്ട് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്തിനാ? അത് അഹങ്കാരം ഇല്ലേണ്ടിയാക്കാൻ പറഞ്ഞതാണ്. അഹങ്കാരം ഉണ്ടെങ്കിൽ വിദ്യ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വലിയൊരു സ്ഥാനമില്ല എന്ന് ആദ്യം അറിയാം. പിന്നെന്താ സ്ഥാനം? വലിയൊരു സ്ഥാനമുണ്ട്. അതെന്താ ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ സത്യം തിരിച്ചറിയാൻ സാധിക്കുക മനുഷ്യന് മാത്രമാണ്. ധ്യാനിക്കാൻ സാധിക്കുക ആർക്കാ? മൃഗങ്ങൾക്ക് പറ്റുമോ? ഈ കഥകൾ കേൾക്കാൻ മൃഗങ്ങൾക്ക് പറ്റുമോ? പക്ഷികൾ വന്നിരിക്കുന്നുണ്ടോ? മൃഗങ്ങൾ വന്നിരിക്കുന്നുണ്ടോ? നിവർന്നിരിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലല്ലോ. ധ്യാനിക്കാനും തപസ് ചെയ്യാനും ഈശ്വര വിഷയങ്ങൾ ചിന്തിക്കാനും കഥകൾ കേൾക്കാനും അതിലൂടെ പരമാനന്ദം അനുഭവിക്കാനും മനുഷ്യന് മാത്രമേ സാധിക്കൂ. അങ്ങനെ വലിയൊരു സ്ഥാനം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനുണ്ട് എന്ന് കാണിക്കാനാണ് സ്ഥാനം എന്ന ലക്ഷണം. അതുകൊണ്ടല്ലേ എത്രയോ ഉപദേശങ്ങൾ പഞ്ചമത്തിൽ കാണാലോ. അവിടെയൊക്കെ എടുത്തു പറയും മനുഷ്യജന്മത്തിൻ്റെ മഹത്വം. ഇവിടെ ജനിക്കാൻ സാധിക്കുക പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിക്കുക പറഞ്ഞാൽ അത് വളരെ സുഹൃതമാണ്. അതാണ് ജന്തൂനാം നരജന്മ ദുർലഭം അല്ലേ. ജന്തുക്കളുടെ കൂട്ടത്തിൽ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അത് പാപമാണെന്ന് കരുതണ്ട. പാപികളെന്ന് വിളിക്കുക ചെയ്യരുത്. അങ്ങനെയൊന്നും വിളിക്കാറുമില്ല. നമ്മളുടെ ഋഷിമാരൊന്നും അങ്ങനെ വിളിക്കില്ല. എന്താ വിളിക്കുക? കൃണ്ണൊന്തു വിശ്വേ അമൃതസ്യ പുത്ര അല്ലേ, അമൃതത്വത്തിൻ്റെ അരുമക്കിടാങ്ങളെ. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ, എത്രയോ പുണ്യം ചെയ്തതുകൊണ്ടല്ലേ ഈ മനുഷ്യജന്മം കിട്ടിയത്. എന്ന് മാത്രമല്ല, ഈ പ്രദേശത്തെത്തിയത്, ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ സാധിക്കുമോ? സാധിക്കില്ല. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഒരുപക്ഷെ നമുക്കറിയണ്ടാവില്ല, ഞാൻ പുണ്യം ചെയ്തിട്ടില്ലല്ലോ നമ്മൾ വിചാരിക്കും. അല്ല, ഭഗവാൻ അറിയാം. എന്നാണ് ധാരാളം പുണ്യം ചെയ്താൽ എന്ത് കൊടുക്കണം? സ്വത്ത് കൊടുത്താൽ മതിയോ? സമ്പത്ത് കൊടുത്താൽ മതിയോ? അനുകൂലമായ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ പറഞ്ഞാൽ കേൾക്കണം മക്കളെ ഒക്കെ കൊടുത്താൽ മതിയോ? അത്ര കൊടുത്താൽ പോരാ. കാരണം അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യുക? അത്രയ്ക്ക് പുണ്യം ചെയ്തു, അതൊന്നും കൊടുത്താൽ പോരാ. ധാരാളം സമ്പത്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അതിനേക്കാളൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് എന്ത് കൊടുക്കും? അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കരുതും അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും സപ്താഹോ സത്രമോ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. അപ്പോൾ എത്ര പുണ്യം ചെയ്തു വരാം നമ്മൾ. മറ്റുള്ളതൊക്കെ എന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും. പക്ഷേ ഈ കേൾക്കണത്, അത് ഉള്ളിലുള്ള നിറവ്, ഒരു ശാന്തമായ അന്തരീക്ഷം ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു സ്ഥാനം എടുത്തു കാണിക്കുകയാണ് ഈ പഞ്ചമസ്കന്ധം. അതിൽ ഋഷഭൻ്റെ ഉപദേശമാണ് നമ്മളുടെ വിഷയം. പ്രിയവ്രതൻ്റെ കഥയിലാണ് ആരംഭിച്ചത്. കുടുംബകഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വയംഭൂ മനു ശതരൂപയെ വിവാഹം കഴിച്ചു എന്നും അവരുടെ വംശം കഥകൾ വർണ്ണിച്ച് വരുന്നു. അതിൽ പ്രിയവ്രതനാണ് ആദ്യത്തെ മകൻ. പക്ഷെ ആ മകൻ്റെ കഥ കുറച്ച് വൈകിട്ടാണ് പറയണത്.
ആദ്യം സ്ത്രീകളുടെ കഥയൊക്കെ പറഞ്ഞു, പിന്നെ ഉത്ഥാനപാദൻ്റെ കഥ പറഞ്ഞു, ഇപ്പോഴാണ് പ്രിയവ്രതൻ്റെ കഥ പറയണത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ആഗ്നീധ്രൻ. ആഗ്നീധ്രൻ്റെ മകനാണ് നാഭി. ഈ നാഭി രാജ്യം ഭരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഭാരതം. അതുകൊണ്ടാണ് പണ്ട് ഭാരതത്തിന് അജനാഭം എന്നൊരു പേരായിരുന്നു. പിന്നീട് നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ട് ഭഗവാൻ ഋഷഭൻ എന്നുള്ള പേരിൽ അവതരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളൊക്കെ കണ്ട് അച്ഛൻ അദ്ദേഹത്തിന് ഋഷഭൻ എന്ന് പേരിട്ടു. ഋഷഭ ഇതീതം നാമചകാര എന്നാണ്. എന്താ ഈ ഋഷഭൻ എന്ന് പറഞ്ഞ അർത്ഥം? ഋഷഭൻ എന്ന് പറഞ്ഞ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. അതാണ് ശ്രേഷ്ഠതയുള്ളവൻ. കാളാന്നും അർത്ഥമുണ്ട് കേട്ടോ. എന്താ അങ്ങനെ അർത്ഥം പറയാൻ കാരണം? അതായത് ഈ പശുക്കളുടെ കൂട്ടത്തിൽ കാള നിന്നാൽ മനസ്സിലാവാണ്ട പോവുമോ? 1000 പശുക്കൾ അങ്ങനെ നിൽക്കുക, നടുക്കൊരു കാള, അറിയാണ്ട പോവുമോ? കാള അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് പറയുമോ? ഇല്ല. എത്ര പശുക്കളുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊരു കാളുണ്ടെങ്കിൽ നമ്മൾ അറിയും. കാരണം അതിൻ്റെ എടുപ്പ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഇതുപോലെ എത്ര പേരിരിക്കുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ ഈ ഋഷഭൻ ഉണ്ടെങ്കിൽ തിരിച്ചറിയും. കാരണം അയാളുടെ ആ എടുപ്പ്, തേജസ്, കാരണം ഭഗവാൻ തന്നെയല്ലേ എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങൾ കണ്ട് അച്ഛൻ ഋഷഭൻ എന്ന് പേരിടുകയാണ്. ഭഗവാൻ തന്നെയാണ് ഋഷഭനായിട്ട് അവതരിച്ചത്. എന്തിനാണ് ഈ അവതാരം? അതും ഭാഗവതം പറയും. രജോ ഗുണപ്രധാനികളായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് അക്കാലത്ത് പരമഹംസധർമ്മം അറിയില്ല, അവർ മറന്നുപോയി. അതുകൊണ്ട് അവർക്ക് ആ പരമഹംസധർമ്മത്തെ പറഞ്ഞു കൊടുക്കാനും പോരാ, സ്വയം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കാനുമാണ് ഈ ഋഷഭാവതാരം. അത് ആ അവതാരം നമുക്ക് കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ അവതാരത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. മേൽപ്പത്തൂർ എടുത്തു പറയും, അലോകസാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദ. അലോകസാമാന്യന, അതാണ്, ലോകസാമാന്യനല്ല, വലിയ യോഗ്യനാണ്, ശ്രേഷ്ഠനാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു. അതാണ്, വലിയ ശക്തിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ഭഗവാൻ തന്നെയല്ലേ. അക്കാലത്ത് ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ല. തൻ്റെ യോഗശക്തി കൊണ്ട് ആര് മഴ പെയ്യിച്ചു? ഋഷഭൻ മഴ പെയ്യിച്ചു. ഇന്ദ്രന് മനസ്സിലായി തന്നെക്കാൾ ശക്തിയുള്ള ആളാണ് ആര്? ഋഷഭൻ. ഇനി അയാളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, കാരണം തോൽക്കുകയുള്ളൂ. ഒരു കാര്യം ചെയ്യാം, സാമർഥ്യമുള്ളവരെന്ത് ചെയ്യും? അയാളെ ബന്ധുവാക്കും. നമ്മുടെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തെ ബന്ധുവാക്കാനായിട്ട് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. മരുമകനായി, ഇനി കുഴപ്പമില്ല. അങ്ങനെ തൻ്റെ മകളെ ജയന്തിയെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ ജയന്തിയിൽ ഋഷഭന് 100 മക്കളുണ്ടായി എന്നാണ്. 100 മക്കളുണ്ടായി. പുരാണങ്ങളല്ലേ, കുറച്ചൊക്കെ അധികം പറയും, കുറേ ഉണ്ടായിന്ന് കൂട്ടിക്കോളൂ. അതിലെ മൂത്താളാണ് ഭരതൻ, ശ്രേഷ്ഠനാണ്. ആ ഭരതൻ രാജ്യം ഭരിച്ചപ്പോഴാണ് പിന്നീട് അജനാഭത്തിൻ്റെ പേരെന്ന് മാറി ഭാരതം എന്നായി മാറി. ഈ ഭരതൻ മാത്രമല്ല, നമ്മളുടെ ദുഷ്യന്തൻ്റെ മകൻ സർവദമനൻ, പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് ഭരതൻ എന്നായിട്ടുണ്ട്. ആ ഭരതൻ രാജ്യം ഭരിച്ചതുകൊണ്ടും ഭാരതം എന്ന് പേര്. 100 മക്കളിൽ 9 പേര് യോഗീശ്വരന്മാരായി എന്ന് പറഞ്ഞു. ആണ് ആരൊക്കെയത്? കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഈ 9 പേരുടെ കഥ ഇനി ഏകാദശ സ്കന്ധത്തിൽ വിസ്തരിച്ച് കേൾക്കും, നിമി നവയോഗി സംവാദത്തിൽ. അതാണ് ഭാഗവത ധർമ്മം. അതിലെ 80 പേര് കർമ്മവിശുദ്ധ ബ്രാഹ്മണാ ബഭൂവു. 80 പേര് ബ്രാഹ്മണരായിട്ട് മാറി എന്നും പറഞ്ഞു. പറയുമ്പം ഋഷഭൻ ക്ഷത്രിയനാ. ക്ഷത്രിയൻ്റെ മക്കൾ 80 പേരാരായി? ബ്രാഹ്മണരായി. അതെങ്ങനെ? ക്ഷത്രിയൻ്റെ മക്കൾ ക്ഷത്രിയനല്ലേ ആവാൻ പാടുള്ളൂ? അങ്ങനെയൊന്നുമില്ല. കർമ്മവിശുദ്ധ ബ്രാഹ്മണാ ബഭൂവു. കർമ്മം കൊണ്ട് ബ്രാഹ്മണരാവാം ആണ്. വലിയൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ജാതിയും വർണ്ണവും ഒന്നാണ് എന്നൊരു ധാരണ ഉണ്ട്. അല്ല, അത് വേറെ തന്നെയാണ്. വർണ്ണം എന്നുള്ള പദം ഉണ്ടായത് വൃണ് വരണേ എന്നുള്ള ധാതുവിൽ നിന്നാണ്. വരിക്കാവുന്നത്, നേടിയെടുക്കാവുന്നതെന്നാണ് അർത്ഥം. കർമ്മം കൊണ്ട് നേടിയെടുക്കാം. സത്വഗുണമാണ് എനിക്ക് കൂടുക എങ്കിൽ ഞാൻ ബ്രാഹ്മണനാ. അല്ല, രജോ ഗുണമാണ് കൂടുക എങ്കിൽ എൻ്റെ അച്ഛൻ ബ്രാഹ്മണനായിട്ട് കാര്യമില്ല, ഞാൻ ആരാണ്? ഞാൻ ക്ഷത്രിയനാ ആണ്. അതുകൊണ്ട് ജാതിക്ക് മഹത്വം ഉണ്ട് ഇല്ല പറയണില്ല. ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണനാവാനുള്ള സാധ്യത ഉണ്ട് ഇല്ലേ? ഭാഗവതം പറയുന്ന ആളുടെ മകൻ ഭാഗവതം പറയാനുള്ള സാധ്യതയുള്ളൂ കേട്ടോ, പറഞ്ഞോളൊന്നുമില്ല. അതൊക്കെ തലവര പോലെ തന്നെയാണ്. സാധ്യത ഉണ്ട്. ഡോക്ടറിൻ്റെ മകൻ ഡോക്ടറാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് കരുതി ആയിക്കൊള്ളുന്നില്ല. ഇതുപോലെ ജാതി, ആ ജാതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ സാധ്യത ഉണ്ട്, പക്ഷെ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് വർണ്ണം എന്ന് പറഞ്ഞ അർത്ഥം വൃണ് വരണേ, നേടിയെടുക്കാവുന്നത്. അത് ഭാഗവത്തിലുടനീളം അങ്ങനെ കാണാം. ക്ഷത്രിയൻ്റെ മക്കളായിട്ടുള്ള ഭരതൻ്റെ, ഋഷഭൻ്റെ മക്കളായിട്ടുള്ള 80 പേര് ബ്രാഹ്മണരായിട്ട് തീർന്നു കർമ്മം കൊണ്ട് എന്ന് പറഞ്ഞു. 9 പേര് നവയോഗികളായി, അല്ലെ, യോഗീശ്വരന്മാരായി. ഈ 100 മക്കളുണ്ടാവൽ വലിയ കാര്യമൊന്നുമല്ല എന്നാണ്. പണ്ട് ഗാന്ധാരി പ്രാർത്ഥിച്ചു 100 മക്കളുണ്ടാവണമെന്ന്. ഉണ്ടായില്ലേ? ഓ ഉണ്ടായി. എന്നിട്ട് എന്തേ ഉണ്ടായി? തമ്മിൽ തല്ലി ചത്തു.
അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഒന്നിനെങ്കിലും സദ്ബുദ്ധി വേണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, അതുണ്ടായില്ല. അതുകൊണ്ട് 100 മക്കളുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അവർക്ക് നല്ലത് ഉപദേശിച്ചു കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിയ ഈ അച്ഛൻ മക്കളെ വിളിച്ചു വരുത്തി നൽകുന്ന ഉപദേശമാണ് ഋഷഭോപദേശം. ഉപദേശങ്ങൾ കുറേ ഉണ്ട് പഞ്ചമത്തിൽ, വളരെ പ്രധാനമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഋഷഭൻ തൻ്റെ മക്കൾക്ക് മാത്രമല്ല ഈ ഉപദേശം കൊടുക്കുന്നത്, പിന്നെയോ നമ്മളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. ഭഗവാന്റെ മക്കളല്ലേ നമ്മളൊക്കെ. നമ്മളോട് പറയണം മക്കളെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉപദേശിക്കുകയാണ്. ഗീതാഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയുമല്ലോ, അർജുനൻ നിമിത്തീകൃത്യ എന്നാണ്. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് സർവ്വലോകാനുഗ്രഹാർത്ഥം, ലോകാനുഗ്രഹത്തിനായിട്ട് ഭഗവാൻ ഇതമാഹ, ആ സർവേശ്വരൻ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. അർജുനനെ നിമിത്തമാക്കി നമുക്കാണ് ഗീത ഉപദേശിച്ചത്. ഇതുപോലെ ഈ ഋഷഭൻ തൻ്റെ മക്കളെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്കാണ് ഈ ഉപദേശം തരുന്നത്. എന്താണ് ആ അച്ഛൻ പറയണത്? നമുക്ക് ശ്രദ്ധിക്കാം. 1-ാമത്തെ ശ്ലോകം, 5-ാമത്തെ അധ്യായം, 5-ാം സ്കന്ധം, 5-ാം അധ്യായം, 1-ാമത്തെ ശ്ലോകമാണ്. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകാ യേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം. നായം ദേഹോ ദേഹഭാജാം നൃലോകേ. അല്ലയോ കുട്ടികളെ, നമുക്ക് ഈ ജന്മം കിട്ടിയത് എന്തിനാ ഈ മനുഷ്യജന്മം കിട്ടിയത്? കഷ്ടങ്ങളായിട്ടുള്ള കാമങ്ങൾ അനുഭവിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ തെറ്റി, അതിനല്ലട്ടോ. കഷ്ടാൻ കാമാനർഹത്തെ വിഡ്ഭുജാം യേ. ചിലർ പറയാറുണ്ട് മനുഷ്യജന്മം കിട്ടിയത് സുഖിക്കാനാണ്. എന്തിനാണ്? കുറേ കാണാൻ, കുറേ കഴിക്കാൻ, കുറേ കുടിക്കാൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനാവേണ്ട കാര്യമുണ്ടോ? തിന്നാനും കുടിക്കാനും കിടന്നുറങ്ങാനും കുട്ടികളുണ്ടാവാനും ആണെങ്കിൽ പോത്തായ പോരെ, പന്നിയായ പോരെ? ഒന്നുകൂടി സൗകര്യമുണ്ട്. അതിന് മാത്രമാണെങ്കിൽ തെറ്റി. വിഡ്ഭുജാം യേ. ഇവിടെ പോത്തൊന്നുമല്ല കേട്ടോ പറഞ്ഞത്, നമ്മൾ പിന്നെ കുറച്ചുകൂടി നന്നാക്കി പറഞ്ഞതാ. വിഡ്ഭുജാം യേ. വിഡ്ഭുജം എന്ന് പറഞ്ഞാൽ കൃമി, അതാണ്. അതും സുഖമായിട്ട് കഴിയുന്നുണ്ടല്ലോ, ഇല്ലേ? കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് എത്ര ഹാപ്പി ആയിട്ട് കഴിയുന്നുണ്ട്. നമ്മളെക്കാൾ സ്വസ്ഥത ഉണ്ട്. നമുക്ക് അത്ര സമാധാനം ഇല്ല. അതുകൊണ്ട് അങ്ങനെ കഴിയാനല്ല ഈ ജന്മം കിട്ടിയത്. സുഖമനുഭവിക്കാനാണ്, ഭോഗമനുഭവിക്കാനാണ് ഈ ജന്മമെങ്കിൽ ശരിയല്ല. കാരണം മനുഷ്യന് പരിമിതികൾ കുറേയുണ്ട്. എല്ലാം എപ്പോഴും അത് മനുഷ്യന് സാധിക്കില്ല. പറ്റുമോ? എപ്പോഴും സുഖമായിട്ടിരിക്കാൻ അല്ലെങ്കിൽ എപ്പോഴും ഭോഗം അനുഭവിക്കാൻ മനുഷ്യന് സാധിക്കില്ല. മൃഗങ്ങൾക്കത് സാധിക്കും, അവർക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് പരിമിതികൾ കുറേയുണ്ട്. ഇപ്പം ഇവിടെ പറയുന്ന സമയത്ത് ചിലത് പറയാൻ പാടില്ല എന്നൊരു ധാരണ എനിക്കുണ്ട്. കാരണം ഇത് അങ്ങനെയുള്ളൊരു വേദിയാണ്, ഒരു പുണ്യ സദസ്സാണ്. ഇപ്പം ചിലത് പറയാൻ പാടില്ല. കുറച്ചങ്ങോട്ട് പോയി ആ അങ്ങാടി പോയിരുന്നാൽ എന്ത് ചെയ്യാം, ലേശം പറയാം, കുഴപ്പമില്ല. കാരണം അത് അങ്ങനെയുള്ളൊരു സ്ഥലമാണ്, അല്ലേ? അങ്ങനത്തെ സ്ഥലത്ത് ലേശമൊക്കെ പറയാം. ഇവിടെ അങ്ങനെ പറയാൻ പാടില്ല. പ്രായമുള്ളവർ ഇരിക്കുന്നുണ്ട്, അച്ഛനമ്മമാരുണ്ട്, അല്ലേ? അവിടെ പറയാം, കാരണം അവിടെ കൂട്ടുകാരാണ്. ഇങ്ങനെയുള്ള വ്യത്യാസം ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ഇവിടെ ഇരിക്കുന്നത് അമ്മയാണ് അല്ലെങ്കിൽ പെങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമല്ലേ? മൃഗങ്ങൾക്കുണ്ടോ? മൃഗങ്ങൾക്ക് അമ്പലമാണ്, അങ്ങാടിയാണെന്നുള്ള വ്യത്യാസം ഉണ്ടോ? എപ്പോഴും എന്തും എങ്ങനെയാവാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഭോഗം അനുഭവിക്കാനാണെങ്കിൽ മനുഷ്യനാവണേക്കാൾ നല്ലതെന്താ? നായ ആവണതല്ലേ. അതുകൊണ്ട് മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം ഭോഗം അനുഭവിക്കൽ അല്ല. രുചയാർന്നു മകം കനിഞ്ഞു തൻ പ്രജയെ പോറ്റും ഉറുമ്പ് പോലുമേ. നോക്കൂ, കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് കഴിയുകയാണെങ്കിൽ ഒരു ഉറുമ്പടക്കം ചെയ്യണില്ലേ? കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കഴിയണില്ലേ? ഉറുമ്പിൻ്റെയൊക്കെ വരി പോണത് കാണാം, പഞ്ചസാര മണിയൊക്കെ ആയിട്ട് അങ്ങനെ പോണത് കാണാം. ചോദിച്ചു നോക്കുക എങ്ങോട്ടാ ഉറുമ്പേ പോണു ചോദിച്ചാൽ അത് പറയും വയ്യാണ്ട കിടക്കുക ഭാര്യ, വീട്ടിൽ പോയിട്ട് ഒരുമിച്ച് കഴിക്കാം കൊണ്ടുപോവുക. അവിടെയുണ്ട് സ്നേഹം, സ്വസ്ഥമായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ സന്തോഷവും സ്വസ്ഥതയൊന്നും നമുക്കില്ല. മനുഷ്യർ ചിരിക്കാറേ ഇല്ല, ഉണ്ടോ? കോടിക്കണക്കിന് ഉറുപ്പ്യ ബാങ്കിലുണ്ട്, എന്നാലും ചിരിക്കാൻ വയ്യ. അതാണ് കാരണം സന്തോഷമില്ല. എന്നാൽ ആകാശത്തിലെ പറവകൾ വിതയ്ക്കാറുമില്ല, കൊയ്യാറുമില്ല, സ്വസ്ഥമായിട്ട് കഴിയണമുണ്ട്. സന്ധ്യ എല്ലാം കൂടി അങ്ങനെ പറന്ന് സ്വസ്ഥമായിട്ട് അങ്ങനെ പോയി. എന്തൊരു ആനന്ദം! എന്തേ കാരണം? ഇവിടെ പറയാണ്, നോക്കൂ, ഭോഗം അനുഭവിക്കാനല്ല ഈ മനുഷ്യജന്മം. ഈ ലോകത്ത് വളരെ ദുർലഭമായിട്ട് കിട്ടിയത് അത് നശിപ്പിച്ച് കളയരുതേ. നായം ദേഹോ, ഈ ദേഹം കിട്ടിയത് ദേഹഭാജാം ലോകേ കഷ്ടാൻ കാമാൻ, കഷ്ടങ്ങളായിട്ടുള്ള കാമങ്ങൾ അനുഭവിക്കാനല്ല. അതൊക്കെ പുഴുക്കൾക്ക് സാധിക്കില്ലേ? അതാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പന്നി നമ്മളോട് ചോദിച്ചു എന്ന് കരുതുക, എന്ത് എടാ ഞാനും താനും തമ്മിൽ എന്താടാ വ്യത്യാസം? ചോദിക്കില്ല. അഥവാ ചോദിച്ചു എന്ന് കരുതുക, എന്താ അപ്പോൾ നമ്മൾ പറയുക?
എന്താ വ്യത്യാസം? താൻ 4 കാലിലാണ്, ഞാൻ 2 കാലിലാണ്. ചിലർ അങ്ങനെയല്ല കേട്ടോ, 4 കാലിലുള്ളവരുണ്ടേ. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. താൻ കുപ്പായ ഇട്ടിട്ടില്ല, ഞാൻ ഇട്ടിട്ടുണ്ട്. ചെരുപ്പ് ഇട്ടിട്ടില്ല, ഞാൻ ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. തനിക്ക് കണ്ണടല്ല, ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ നമ്മളുടെ പരിമിതിയാണ്. അത് നമ്മളെ കളിയാക്കുകയുള്ളൂ പന്നി. താൻ ചെരുപ്പിട്ട് നടക്കുന്നത് രോഗം വരുമെന്ന് പേടിച്ചിട്ടാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. അതാണ്. ഇനി വീട് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അത് പേടി കൊണ്ടല്ലെന്ന് അവർ ചോദിക്കുക. കാരണം ഭയം എല്ലാവർക്കും ഉണ്ട്, ജന്തുക്കൾക്കൊക്കെ ഉണ്ട്. ഭയം കൊണ്ടല്ലേ വീട് വെച്ചത്? ബാങ്കിൽ പൈസ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ പറയും അതും പേടി കൊണ്ടല്ലേ. നാളെ പൈസ കൊണ്ട് ഉപയോഗിക്കാമെന്ന് കരുതി ബാങ്കിലിട്ടതല്ലേ. ഞങ്ങൾക്ക് ആ പേടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സമ്പാദിക്കാറില്ല. അപ്പം നമസ്കരിക്കണം അവരെ വേണ്ടേ? എന്താ പിന്നെ നമ്മൾ പറയുക? കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടലുണ്ടെന്നാണോ? അത് അവർക്കും ഉണ്ടല്ലോ. നമ്മൾ പറയും ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ടേ റൊട്ടി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ അല്ലെ ബട്ടർ മസാല, പനീർ ബട്ടർ മസാല കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കണു, ഞങ്ങളിവിടുന്ന് ഞങ്ങൾക്കിഷ്ടതാണ്, അത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. അപ്പം എങ്ങനെയപ്പം എന്താപ്പം പറയുക? എന്താ വ്യത്യാസം? അതുകൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസം. ആഹാരം, നിദ്ര, മൈഥുനം, ഇതൊക്കെ മനുഷ്യർക്കും മൃഗങ്ങൾക്കൊക്കെ ഒരുപോലെയാണ്. ആഹാരം കഴിക്കാറുണ്ട്, പ്രജകൾ വർദ്ധിപ്പിക്കാറുണ്ട് ഇല്ലേ? പ്രജകളെ വർദ്ധിപ്പിക്കാറുണ്ട്, അതുമുണ്ട്. നിദ്ര, ഉറക്കം മൃഗങ്ങൾക്കും ഉണ്ടല്ലോ. പിന്നെ എന്താണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് മക്കളെ. അതാ പറയണത്. തപോ ദിവ്യം പുത്രക, ദിവ്യമായിട്ടുള്ള തപസ് ചെയ്യൂ, അത് മൃഗങ്ങൾക്ക് സാധിക്കില്ല. ഏന സത്വം ശുദ്ധിയത്, അങ്ങനെ തപസ് ചെയ്താൽ എന്താ ലാഭം? എന്താണ് ഈ തപസ്? തപസ്സെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സ് പോവുക ഒറ്റക്കാലിൽ നിൽക്കുന്നതൊക്കെ ഇരിക്കും അല്ലേ? TV ഒക്കെ കണ്ട് സീരിയലൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ ധരിക്കും. അല്ല, അങ്ങനെ അർത്ഥം ഇല്ല. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കുക, അതാണ് തപസ്. മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കി ഇരുന്ന് ഈ പ്രപഞ്ച സത്യത്തെ അറിയാൻ ശ്രമിക്കുക, അതാണ് തപസ്. അത് മൃഗങ്ങൾക്ക് സാധിക്കില്ല. അത് ആർക്കേ സാധിക്കുള്ളൂ? മനുഷ്യനെ സാധിക്കുള്ളൂ. അങ്ങനെ തപസ് ചെയ്താൽ എന്താ ലാഭം? സത്വം ശുദ്ധിയേത്, എന്താണ്? സത്വം ശുദ്ധമാവും. സത്വം എന്ന് പറഞ്ഞാൽ അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ് ശുദ്ധാവും. ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താ പ്രശ്നം? ഒന്നുമില്ലേ? എന്തോ പ്രശ്നമുണ്ട് ഇല്ലേ? നമുക്ക് ആരെയായിട്ടുള്ള കുഴപ്പം എന്താ ചോദിച്ചാൽ സമാധാനമില്ല. അതാണ് മനസ്സങ്ങട്ടെ ഒരു ഭാഗത്തിരിക്കണില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ശാന്തമാവണില്ല. അതല്ലേ പ്രശ്നം. സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ ആരെയും ഇവിടെ വന്നിരിക്കുമോ? വീട്ടിലിരിക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട്. ശുദ്ധമല്ലാത്ത മനസ്സുള്ളവർ കൂടി വരിക, അതാണ് ഇന്ന് ലോകത്തിൻ്റെ കുഴപ്പം. പട്ടിണിയൊന്നുമല്ല, അതൊക്കെ പണ്ട്. ഇന്നിപ്പം ധാരാളം ഉള്ളതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. സമ്പത്തുണ്ട് അല്ലേ, ആരോഗ്യമുണ്ട്, അതും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലും ആരോഗ്യമുള്ള മനസ്സില്ല. ദുഷിച്ച മനസ്സുള്ളവർ പെരുകി വരികയാണ്. അതാണ് ലോകത്തിൻ്റെ പ്രശ്നം. അതാണ് സുഗതകുമാരി ടീച്ചർ വിലപിക്കുന്നുണ്ടല്ലോ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. ടീച്ചർ പറയാണ്, നോക്കൂ, നമുക്കൊക്കെ അവയവങ്ങളിന് കേട് വന്നാൽ മുറിച്ച് കളയാം അല്ലേ? കയ്യിൻ്റെ വിരൽ, 5 വിരൽ, ഒരു വിരൽ പഴുത്താകെ വ്രണം വന്നു, അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരലിനെ ബാധിക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുറിച്ച് കളഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ മനസ്സിന് കേട് വന്നാൽ എന്ത് ചെയ്യും? മനസ്സിന് ക്യാൻസർ വന്നാൽ എന്ത് ചെയ്യും? മുറിച്ച് കളയാൻ പറ്റുമോ? അത് എവിടെയാണെന്ന് അറിയണ്ടേ? അത് മാറ്റിവെക്കാൻ പറ്റുമോ? അത് എത്ര നന്നായില്ലേ മാറ്റിവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ഇന്നിപ്പോൾ നല്ലൊരു മനസ്സുള്ള ആൾ മരിക്കുകയാണെങ്കിൽ ആ മനസ്സെടുത്തിട്ട് എന്ത് ചെയ്യുക എന്നുള്ള ദുഷ്ടന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായി. സാധിക്കണില്ലല്ലോ. അതാണ്, സാധിക്കണില്ലല്ലോ. അപ്പോൾ ലോകത്തിൻ്റെ പ്രശ്നം അതാണ്. ആ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ഇവിടെ പറയേണ്ടത്. സത്വം ശുദ്ധിയേത് യസ്മാത്, മനസ്സ് ശുദ്ധാവും. കുട്ടികളെ, അങ്ങനെ മനസ്സ് ശുദ്ധായാൽ ബ്രഹ്മസൗഖ്യം തു അനന്തം, അനന്തമായ ആ ബ്രഹ്മാനുഭൂതി, ബ്രഹ്മസൗഖ്യം അനുഭവിക്കാം. പക്ഷെ നമുക്കത് മനസ്സിലാവണ്ടേ? കാരണം നമുക്ക് ഈ തുച്ഛമായിട്ടുള്ള ഭോഗം അനുഭവിച്ച് തന്നെയാണ് സുഖം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? ഇപ്പം എനിക്ക് എന്തിൻ്റെ കുറവാണ്? അതാണ്, ശമ്പളമില്ലേ, ആരോഗ്യമില്ലേ, പറഞ്ഞ ആളുകൾ ചുറ്റും വരും. പിന്നെ ഇപ്പം എന്താ വേണ്ടു? അത് പൊട്ടക്കിണറ്റിൽ തവളയുടെ അവസ്ഥയാണ്. കാരണം അതേ ധരിച്ചിട്ടുള്ളൂ. ഇതാണ് ലോകം എന്ന് വിചാരിച്ച അബദ്ധമാണ്. ആ പൊട്ടക്കിണറല്ലല്ലോ ലോകം. ഒന്ന് മുകളിലേക്ക് നോക്കൂ അല്ലേ, ആ ആകാശം കാണൂ, ഇതുപോലെ വിശാലമായ സമുദ്രമുണ്ട്. അതറിയാതെ ഈ പൊട്ടക്കിണർ മാത്രമാണ് ലോകം എന്ന് വിചാരിച്ചാൽ എങ്ങനെ പറ്റും? യോഗീശ്വരന്മാരുടെ
സിദ്ധന്മാരുടെ അല്ലേ അവരുടെയൊക്കെ കഥകളും അവരനുഭവിക്കുന്ന ആനന്ദവും കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, അപ്പോൾ നമ്മൾ ഈ പെൻഷൻ വാങ്ങിയതല്ലല്ലേ, അതാണ് നമ്മൾ കരുതിയതല്ലല്ലേ, കുറേ പണം ഉണ്ടായാൽ അതല്ലേ വിചാരിച്ചത്, അതല്ലല്ലേ ആനന്ദം എന്ന് അപ്പോഴേ അറിയുള്ളൂ. ആണ് ലോകം കാണണം എന്നൊക്കെ പറയണത്. അതുകൊണ്ട് ബ്രഹ്മസൗഖ്യം അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലൊക്കെ പരാമർശമുണ്ട്. എങ്ങനെയാണ് ഈ ബ്രഹ്മസൗഖ്യം എന്നാണെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല സുഖങ്ങളും ഉണ്ടല്ലോ. യുവാസിയാത് സാധു യുവാവായിട്ടിരിക്കുക വലിയ സൗകര്യമുള്ള കാര്യമാണ് അല്ലേ, എല്ലാവർക്കും മോഹമാണ്. അപ്പോൾ യുവാവായിട്ടിരിക്കുക, അത് നല്ല യുവാവ്, ചെറുപ്പക്കാരൻ, പറഞ്ഞാൽ കേൾക്കുന്ന ആൾ, നല്ല സ്വഭാവം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ജോലി കിട്ടി, നല്ല ശമ്പളമുണ്ട്, പറഞ്ഞാൽ കേൾക്കണ ഭാര്യ, പറഞ്ഞാൽ കേൾക്കണ കുട്ടികൾ, അച്ഛൻ അമ്മ, എല്ലാവരും സന്തോഷമായിട്ട് ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു, ധാരാളം സമ്പത്ത്, എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴും സാധിക്കുന്നു. ആ യുവാവിന് എത്ര കണ്ട് സന്തോഷം ഉണ്ടാവുമോ അതിൻ്റെ 1000 പോരാ കോടി, അത്ര ഇരട്ടി സന്തോഷം. അതാണ് ബ്രഹ്മസൗഖ്യം. അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് അവർ പറഞ്ഞു തരിക. നമ്മളെ സംബന്ധിച്ചപ്പം സുഖം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പം നമ്മളെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു തരിക. അങ്ങനെയുള്ള ആൾ എത്ര സുഖം അനുഭവിക്കുന്നു അതിൻ്റെ കോടിക്കണക്കിന് സുഖം ഒരു യോഗി അനുഭവിക്കുന്നുണ്ട്. അതാണ് ബ്രഹ്മസൗഖ്യം തു അനന്തം. ആ അനന്തമായ ബ്രഹ്മസൗഖ്യം അനുഭവിക്കാൻ സാധിക്കും കുട്ടികളെ. അതിന് ശ്രമിക്കണം. ഇപ്പം വഴി പറഞ്ഞു അല്ലേ, കാര്യം പറഞ്ഞു. ഇതാണ് വേണ്ടത്. ഈ ജന്മം ഇവിടെ കിട്ടിയത് എന്തിനാണ്? എന്തിനീ മനുഷ്യജന്മം കിട്ടിയത്? ഇതനുഭവിക്കാനാ. ഭോഗങ്ങൾ അനുഭവിക്കാനാണെങ്കിൽ ഉറുമ്പായാൽ പോരെ, പുഴുവായാൽ പോരെ. അപ്പം അതിനല്ല, ഈ ബ്രഹ്മസൗഖ്യം അനുഭവിക്കാനാണ് ഇവിടെ നമ്മളൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചത്. എന്നിട്ടിത് അനുഭവിക്കാണ്ട് മരിച്ചാൽ നമ്മളും പൂച്ചയും അല്ലെങ്കിൽ പന്നിയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ലക്ഷ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടികളെ നിങ്ങളൊക്കെ ആ മോക്ഷം ആഗ്രഹിക്കണം, അതിലെത്തണം. അപ്പം മക്കൾ ചോദിക്കുമല്ലോ, എന്താ അച്ഛാ അതിനുള്ള വഴി ചോദിക്കില്ലേ? അതും പറഞ്ഞു കൊടുത്തു. അതാണ് അടുത്ത ശ്ലോകം. മഹത് സേവാം ദ്വാരമാഹുർ വിമുക്തേഹേ. അല്ലയോ കുട്ടികളെ, മുക്തിക്കുള്ള ദ്വാരം അച്ഛൻ പറഞ്ഞു തരാം. എന്താ അത്? മഹത് സേവാം ദ്വാരമാഹുർ വിമുക്തേഹേ. മുക്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്വതന്ത്രനാവാൻ മോഹമുണ്ടോ? എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ ആഗ്രഹമുണ്ടോ? ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മതി. അതാണ് ആഗ്രഹമെങ്കിൽ നോക്കൂ, തൽക്കാലം ദുഃഖനിവൃത്തി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. കുറച്ച് മുന്നേ ഒരു ദുഃഖം ഉണ്ടായിരുന്നു, ഇഡ്ഡലി കഴിച്ചപ്പം തീർന്നു അല്ലേ? അതൊരു 12:30 വരെ ഒപ്പിക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും ദുഃഖം വരും. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി നടക്കണില്ല. പല ദുഃഖങ്ങളും വരുമ്പോൾ ഇടയ്ക്കൊക്കെ വെച്ച് അത് ഇല്ലാണ്ടി ആവണുണ്ടെങ്കിലും വീണ്ടും ദുഃഖം വരുന്നുണ്ട്. വേരോടുകൂടി ദുഃഖം പോണില്ല. ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തിക്കാണ് മോക്ഷം എന്ന് പറയുക. അതാഗ്രഹിക്കുന്നുണ്ടോ? അതാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മഹത് സേവാം ദ്വാരമാഹുഹു വിമുക്തേഹേ. മഹാത്മാക്കളെ സേവിക്കൂ, സജ്ജനങ്ങളെ ആശ്രയിക്കൂ. അതാണ് മുക്തിക്കുള്ള ദ്വാരം. അതാണ്. ഈശ്വരനെ അറിയാണ്ട് സുഖമായിട്ടിരിക്കാൻ പറ്റില്ല. ഉപനിഷത്ത് പറയും, യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവ തഥാ ദേവം അവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി. നിങ്ങൾക്കൊരു പക്ഷേ ആകാശത്തെ ഒരു പായ പോലെ മടക്കി വയ്ക്കാൻ സാധിച്ചേക്കാം എന്നാണ്. പറ്റുമോ? പറ്റാത്ത കാര്യമാണ്. അത് ചിലപ്പോൾ സാധിച്ചേക്കാം. അത് സാധിച്ചാൽ പോലും ഈശ്വരനെ അറിയാതെ ദുഃഖം നീങ്ങില്ല, ഉറപ്പ്. എത്ര പണം ഉണ്ടാക്കി, അല്ലെങ്കിൽ എത്ര ബന്ധുക്കളുണ്ട്, എത്ര പേര് വിളിച്ചാൽ വരും, അതൊന്നും വിഷയമല്ല. ഈശ്വരനെ അറിഞ്ഞോ? ഇല്ല. എന്നാൽ അവിടെ ഇരുന്നോളൂ. ഈശ്വരനെ അറിഞ്ഞോ ദുഃഖം നീങ്ങും. അതല്ലാണ്ട് വേറെ വഴിയില്ല എന്നാണ്. തഥാ ദേവം അവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി. അപ്പം അതല്ലേ പ്രധാനം. അതിനുള്ള വഴി എന്താ? മഹത് സേവാം, മഹാത്മാക്കളെ സേവിക്കൂ. അതാണ് ദ്വാരമാഹുഹു വിമുക്തേഹേ. മുക്തിക്കുള്ള ദ്വാരം മഹാത്മാക്കളെ സേവിക്കലാണ്. അത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മഹാത്മാക്കളെ സേവിക്കൂ, സജ്ജനങ്ങളെ സേവിക്കൂ, സജ്ജനങ്ങളെ ആശ്രയിക്കൂ. നമുക്കിപ്പോൾ വലിയ കഥയൊന്നും ഇല്ലെങ്കിലും സാരമില്ല, സജ്ജനങ്ങളുടെ കൂടെ നടന്നാൽ നേരെയാവും. നമുക്കിപ്പോൾ വലിയ കഥയൊക്കെ കേട്ടാൽ ഉറങ്ങി വീഴുള്ളൂ, ആയിക്കോട്ടെ സാരമില്ല. സജ്ജനങ്ങളുടെ കൂടെ അങ്ങനെ വന്നിരിക്കുമോ? ആദ്യമൊക്കെ ഉറങ്ങി വീഴും, എല്ലാ നേരം ഉറങ്ങി വീഴില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ എണീക്കില്ലേ? മതി. സജ്ജനങ്ങളുടെ കൂടെ നടക്കുക, അത്രയേ വേണ്ടൂ. നനഞ്ഞ വിറകാണെങ്കിലും ഉണങ്ങിയ വിറകുകളുടെ കൂട്ടത്തിലിട്ടാൽ കത്തും ഇല്ലേ? ഒറ്റക്കിട്ടാൽ കത്തില്ലേ, അതവിടെ കിടന്നിങ്ങനെ. പക്ഷേ കുറേ ഉണങ്ങിയ വിറകിൻ്റെ കൂട്ടത്തിലാണ് ഈ നനഞ്ഞ വിറകിട്ടത് വെച്ചാൽ കത്തി കിട്ടും. അതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നത് ആരുടെ കൂടെ ആവട്ടെ, മഹാത്മാക്കളുടെ കൂടെ ആവട്ടെ, അങ്ങനെ ആകുമ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള കാമം, ക്രോധം, മോഹം, ലോഭം, ഈർഷ്യ, അസൂയ, കുനിഷ്ട്, കുശുമ്പൊക്കെ അങ്ങനെ ഇല്ലേണ്ടിയാവും. നമ്മളറിയില്ല, നമ്മളറിയാതെ ഇല്ലേണ്ടിയാവും. അതല്ലേ വേണ്ടൂ. അപ്പോൾ മഹാത്മാക്കളാണോ തിരിച്ചറിയാൻ എന്താ വഴി? അത് പറഞ്ഞു കൊടുത്തു. മഹാത്മാക്കളാണോ തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല, എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല.
കണ്ടാലും അറിയാൻ പ്രയാസമാണ്. പക്ഷെ കൂടെ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും സജ്ജനാണോ ദുർജനാണോ എന്ന്. എങ്ങനെ? ചിലരുടെ കൂടെ ഇങ്ങോട്ട് കൂടുമ്പോഴേ മനസ്സങ്ങോട്ട് അടങ്ങും, വേണ്ടാത്ത വിചാരമൊന്നും പൊന്തില്ല, ചിത്തവൃത്തികളൊക്കെ അടങ്ങി വളരെ ഒരു ശാന്തി അവിടെ അനുഭവപ്പെടും. സംസാരിക്കണം എന്നില്ല, അദ്ദേഹം മിണ്ടണം എന്നില്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ എല്ലാം അങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ഒപ്പമുള്ള ആൾ സജ്ജന. എന്നാൽ ചിലരടുത്ത് അങ്ങോട്ട് പോയാൽ സ്വതവേ സാധുക്കളാവും, എന്നാലും വേണ്ടാത്ത വിചാരം പൊന്തി വരും ഉള്ളിൽ. മനസ്സിലായിക്കോളൂ, പറയാൻ പോണ്ട, അലോകിയാവും. പക്ഷെ മനസ്സിലാക്കുക അത്ര ശരിയല്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മുക്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മഹത് സേവാം ദ്വാരമാഹുഹു വിമുക്തേഹേ, മഹാത്മാക്കളെ സേവിക്കൂ. അതല്ല ദുഃഖം അനുഭവിക്കാനാണോ മോഹമെങ്കിൽ നോക്കൂ, നല്ലൊരു അച്ഛനാ, രണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നേരെയാവാം, ഇങ്ങനെ പോയാൽ ചീത്തയാവാം, എന്താ ചാവട്ടോ, ഇങ്ങനെ വേണം അച്ഛനാണെങ്കിൽ. അതാണ് ഒരു അച്ഛൻ മക്കൾക്ക് നൽകുന്ന ഉപദേശം എന്നാണ് വിഷയത്തിൻ്റെ പേര് വെച്ചത്. നല്ല അച്ഛനാ ആണ്. നേരെയാവാനുള്ള വഴി പറഞ്ഞു കൊടുത്തു, ചീത്തയാവാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എങ്ങനെ പോയാൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഇങ്ങനെ പോയാൽ നേരെയാവും, അതാ നല്ലത്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വേണം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, പിടിവാശിയാണ്, അങ്ങനെ തന്നെ പോയേ പറ്റൂ എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഒരാൾക്കും ഒരാളെയും നേരെയാക്കാൻ സാധിക്കില്ല. എനിക്ക് നേരെയാക്കാൻ സാധിക്കും എന്നെ, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് ലോകത്തെ നേരെയാക്കും, മക്കളെ നേരെയാക്കും, അവർ ഞാൻ വിചാരിച്ചതുപോലെ നടക്കില്ല. പക്ഷെ ഉപദേശം കൊടുക്കാണ്ടിരിക്കരുത്, കാരണം അത് കൊടുക്കേണ്ടത് അച്ഛൻ്റെ കടമയാണ്. കടമ നിർവഹിക്കുക, അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ കേട്ടോളം എന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും ഉറപ്പില്ല. കേൾക്കാണ്ടിരിക്കാനാണ് സാധ്യത. ഭഗവാന്റെ മക്കളെന്നെ ഭഗവാൻ പറഞ്ഞത് കേട്ടില്ല, പിന്നെ അപ്പോൾ നമ്മളെ മക്കൾ ഭഗവാന്റെ മക്കളെന്നെ തമ്മിൽ തല്ലി നശിക്കല്ലേ ഉണ്ടായത് എന്ന് കരുതി ദുഃഖിക്കേണ്ട. കാരണം എന്താ? ഭഗവാൻ ഒട്ടും ദുഃഖിച്ചില്ല. ആ ഒരു തലത്തിൽ നമ്മൾ എത്തുക വേണ്ടത് അതാണ്. തൻ്റെ മക്കൾ തമ്മിൽ തല്ലണ സമയത്തും സുന്ദരസ്മിത വക്ത്രാബ്ജം നീലകുന്തളമണ്ഡിതം എങ്ങനെ സാധിക്കും? നമുക്ക് സുന്ദരസ്മിത വക്ത്രാബ്ജം, മക്കൾ തമ്മിൽ തല്ലുക, അപ്പോഴും മുഖത്ത് പുഞ്ചിരിയാണ്, നടക്കുന്നുണ്ട്, ആയിക്കോട്ടെ, തമ്മിൽ തല്ലട്ടെ. അനവധി തവണ ഉപദേശിച്ചിട്ടുണ്ട്, നേരെയാവില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് സജ്ജനങ്ങളെ നിന്ദിക്കരുതെന്ന് പലവട്ടം പറഞ്ഞു കൊടുത്തതാ. എന്നിട്ടും സജ്ജനങ്ങളെ നിന്ദിച്ചിട്ടല്ലേ ശാപം വാങ്ങിയത്. പക്ഷേ ആ ഭഗവാന്, ആ അച്ഛന് കൃതാർത്ഥത ഉണ്ട്. എന്താ കാരണം വെച്ചാൽ വേണ്ട സമയത്ത് വേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നേരെയാവണില്ലെങ്കിൽ അത് അവരുടെ തലവര, അത്രയേ ഉള്ളൂ. പക്ഷെ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കരുത്. പറഞ്ഞു കൊടുക്കാണ്ടിരുന്ന എന്താ വിഷമം എന്നാണെങ്കിൽ കുറേ കഴിഞ്ഞ് അവർ നശിക്കുമ്പോൾ ചിലപ്പം തോന്നുന്നത്, ആയ സമയത്ത് ഞാനത് പറഞ്ഞു കൊടുത്തില്ല. അതാണ് അവിടെ സത്സംഗം ഉണ്ടാകുമ്പോൾ, സത്രം നടക്കുമ്പോൾ മക്കളെയും കൂട്ടി ഞാൻ പോയിരുന്നില്ല, അന്ന് പോയാൽ മതിയായിരുന്നു കൂട്ടളെയും കൂട്ടിയിട്ട്, എന്നാൽ ഈ അവസ്ഥ എനിക്ക് വരുന്നുണ്ടാവില്ല എന്നൊക്കെ അല്ലേ. അതുകൊണ്ട് കൊണ്ടുവന്നോളൂ, 2 ദിവസമല്ലേ ആയുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വിത്ത് ഫാമിലി കൂട്ടലൊക്കെ കൂട്ടി വരിക, വെക്കേഷനല്ലേ. അങ്ങനെയാവുമ്പം അതാണ് ഏറ്റവും വലിയ സമ്മാനം. രക്ഷിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ കുട വാങ്ങിക്കൊടുക്കുക, ബാഗ് വാങ്ങിക്കൊടുക്കുക, അവർ ചോദിക്കുന്നത് വാങ്ങിക്കൊടുക്കുക, വേണ്ട പറയണില്ല. പക്ഷെ അങ്ങനെ കൊടുത്തോണ്ട് അവർക്ക് വലിയ ബഹുമാനമൊന്നും ഉണ്ടാവില്ല. തൽക്കാലം ഒരു സ്നേഹം ഉണ്ടാവും എന്നല്ലാതെ വലിയൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടാവില്ല, ഉറപ്പാണ്. എന്താ തെളിവ്? അതിന്നുള്ള രക്ഷിതാക്കളോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെ വലിയ ബഹുമാനമല്ലേ, നല്ല ഇഷ്ടമല്ലേ, എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. പക്ഷെ നാമം ജപിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ, സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നുള്ള നമ്മളെ കുട്ടികൾക്ക് നമ്മളോട് അത്ര ബഹുമാനം ഉണ്ടോ? എന്തേ കാരണം? ഒക്കെ കൊടുക്കണില്ലേ? ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒക്കെ കൊടുക്കരുത്, അതാണ്. കൊടുക്കേണ്ടതേ കൊടുക്കാവൂ, എല്ലാം കൊടുക്കണ്ട. സംസ്കാരം കൊടുക്കണം. കൊടിയും ബാഗും പുസ്തകമൊക്കെ വാങ്ങിക്കൊടുക്കാം, സ്വത്ത് കൊടുക്കാം, സമ്പത്ത് കൊടുക്കാം. പക്ഷെ അതൊക്കെ അവർ ധൂർത്തടിക്കും, എന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും, പലരും കട്ടുകൊണ്ടവും, ഉറപ്പാണ്. കൊടുക്കേണ്ടത് സംസ്കാരത്തിൻ്റെ സ്വർണ്ണ താക്കോലാണ്. അത് കൈമോശം വരില്ല, അത് നഷ്ടപ്പെടില്ല. കൊടുക്കേണ്ടത് അപ്പം എന്താ? സംസ്കാരമാണ്. അതാണ് പ്രധാനം. മറ്റുള്ളതൊക്കെ കൊടുത്തോളൂ, വേണ്ടാന്നല്ല, ഇതാണ് പ്രധാനം. അതാണ് ഈ അച്ഛൻ കാണിച്ചിരുന്നത്. മഹത് സേവാം ദ്വാരമാഹുഹു വിമുക്തേഹേ. നിങ്ങൾ നേരെയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സജ്ജനങ്ങളെ ആശ്രയിക്കൂ കുട്ടികളെ. അതല്ല നശിക്കണം എന്നാ മോഹിച്ചാൽ യോഷിതാം സംഗീസംഗം, യോഷിത്തുകളെ, യോഷിത്ത് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. പക്ഷേ സ്ത്രീകൾ വിഷമിക്കണ്ട, ഇവിടെ അർത്ഥം അങ്ങനെ എടുക്കണ്ട, ചീത്ത സ്ത്രീകൾ എന്ന് എടുത്താൽ മതി, അല്ലേ. അപ്പം നമുക്ക് തോന്നും ചീത്ത സ്ത്രീകൾ എടുക്കുന്ന സമയത്തെ ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ചീത്ത പുരുഷന്മാരെന്നും പറയണ്ടേ. അതിപ്പം പറയേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ ഉപദേശം ആരോടാ? ഉപദേശം പുരുഷന്മാരോടല്ലേ. 100 മക്കൾ പുരുഷന്മാരാ. അപ്പോൾ അവരോട് പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? നിങ്ങൾ ശ്രദ്ധിക്കണം, ചീത്ത സ്ത്രീകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് യോഷിതാം സംഗീസംഗം, നിങ്ങൾ ശ്രദ്ധിക്കണം.
ചീത്ത സ്ത്രീകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, യോഷിത്ത് എന്നുള്ള പദത്തിന്, സ്ത്രീ എന്നുള്ള പദത്തിന് ഉപനിഷത്തുകളിലൊക്കെ വേറൊരർത്ഥം കൽപ്പിക്കാറുണ്ട്. സ്ത്രീ പ്രജ്ഞ, പുരുഷപ്രജ്ഞ എന്നൊക്കെ ഉപനിഷത്തിൽ കാണാം. എന്ന് പറഞ്ഞ അർത്ഥം ലൗകികമായ വിഷയങ്ങളോട് മാത്രം താല്പര്യമുള്ളവരെയാണ് സ്ത്രീപ്രജ്ഞ എന്ന് പറയുക. സ്ത്രീപ്രജ്ഞയുള്ള പുരുഷന്മാരുണ്ട്. പുരുഷപ്രജ്ഞ എന്ന് പറഞ്ഞാൽ ആത്മവിചാരം, ഇതാണ് ആത്മസംബന്ധമായ വിഷയത്തിലൊക്കെ കുറച്ച് അധികം താല്പര്യം, അങ്ങനെയുള്ളവരാണ് പുരുഷപ്രജ്ഞ എന്ന് പറഞ്ഞാൽ. പുരുഷപ്രജ്ഞയുള്ള സ്ത്രീകളുണ്ടല്ലോ, ഉണ്ട്. സ്ത്രീപ്രജ്ഞയുള്ള പുരുഷന്മാരും ഉണ്ട്. ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പുരുഷപ്രജ്ഞയാണെന്നാണ് പറയുക. സ്ത്രീ എന്ന് പറയുമ്പോൾ സാ താ ര എന്നാണ്. സാ എന്ന് പറഞ്ഞാൽ സത്വഗുണം, ത തമോ ഗുണം, ര രജോ ഗുണം. ഈ 3 ഗുണങ്ങളോടും കൂടിയത്, അതിനോടൊക്കെ അമിതമായ താല്പര്യം ഉള്ളവർ, ഗുണങ്ങളോട് കൂടിയ പ്രകൃതി എന്നൊക്കെ അർത്ഥം മനുഷ്യത്തിൽ പറയും. ഇവിടെ അർത്ഥം ലൗകികമായ വിഷയങ്ങളും ഗ്രാമ്യ വിഷയങ്ങളും മാത്രം സംസാരിക്കുന്നവരുണ്ടാവും. അവരുടെ കൂടെ കൂടിക്കോളൂ, എന്നാൽ നശിക്കാം. നോക്കൂ, അത് അച്ഛൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവസുഹൃദസാധവോയേ. സജ്ജനങ്ങളുടെ ഗുണങ്ങൾ പറഞ്ഞതാ. അവർ സമചിത്തന്മാരാണ്. അവർക്ക് എല്ലാവരിലും സമത്തെ കാണും. അതാണ്, എല്ലാം സമമായിട്ട് കാണുന്നല്ല, എല്ലാവരിലും സമത്തെ കാണും, എല്ലാവരിലും ഈശ്വരനെ കാണും. എല്ലാം സമമായിട്ട് കണ്ട അപകട. അങ്ങനെ വേണ്ട. അച്ഛനെ അച്ഛനായിട്ട് കാണുക, അമ്മയെ അമ്മയായിട്ട് കാണുക, ഭാര്യയെ ഭാര്യയായിട്ട് കാണുക, മക്കളെ മക്കളായിട്ട് കാണുക. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എല്ലാം സമമായിട്ട് കാണരുത്. പക്ഷെ അതിലൊക്കെ ആരെ കാണുക? അതിലൊക്കെ സമത്തെ കാണുക, ഈശ്വരനെ കാണുക. ആണ് മകനിലുള്ളത് ഈശ്വരനാണ്, അച്ഛനുള്ളത് ഈശ്വരനാണ്, അമ്മയിലുള്ളത് ഈശ്വരനാണ്. അതാണ് അവരുടെ പ്രത്യേകത. സമചിത്ത പ്രശാന്ത, അവരെപ്പോഴും ശാന്തന്മാരാണ്. അവരെ അലോസരപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കില്ല. നമ്മളവസ്ഥ ഇപ്പം അങ്ങനെയാണോ? നമ്മളുടെ ശാന്തി സമാധാനം ഇല്ലാണ്ടിയാക്കാൻ വേറൊരാൾക്ക് നിഷ്പ്രയാസം സാധിക്കും അല്ലേ? പറ്റില്ല? പറ്റും. 2 വർത്തമാനം പറഞ്ഞാൽ നമ്മളുടെ മനസ്സാകെ പ്രശ്നമായി. അത് നമ്മളുടെ പോരായ്മയല്ലേ? അതെ, നമ്മളുടെ റിമോട്ട് കൺട്രോൾ വേറെ അടുത്താണ് നമ്മൾ കൊടുത്തത്. അവർക്ക് നമ്മളെ ചാനൽ മാറ്റാൻ പറ്റും, നമ്മളെ കരയിപ്പിക്കാൻ സാധിക്കും, ചിരിപ്പിക്കാൻ സാധിക്കും, ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പോരായ്മയാണ്. എൻ്റെ സന്തോഷം എൻ്റെ കയ്യിലാണ്. ഞാൻ സന്തോഷിക്കാൻ വിചാരിച്ചാൽ എനിക്ക് സന്തോഷിക്കാം. ആ പാകത്തിനാവണ്ടേ? അതാണ് കേമത്വം. സമചിത്താഹ പ്രശാന്താഹ, എപ്പോഴും ശാന്തന്മാരായിട്ടിരിക്കും. അതാണ് ഭക്തന്മാരുടെ മഹത്വം. സജ്ജനങ്ങൾ അങ്ങനെയാണ്. അതാണ് എപ്പോഴും ശാന്തി. എന്ത് ചെയ്താലും കുഴപ്പമില്ല. ചൂടാണെങ്കിലും പ്രശ്നമില്ല, തണുപ്പാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. അതിനൊക്കെ പഴി പറയാറുണ്ട് അല്ലേ? തണുപ്പാണെങ്കിൽ എന്തൊരു തണുപ്പാണ് അത്. ചൂടാണെങ്കിലോ നാശിച്ച ചൂട്, എന്തായാലും കുറ്റാ. സജ്ജനങ്ങൾ അങ്ങനെയല്ല. പണ്ടുള്ളവർ അങ്ങനെയല്ല. നോക്കൂ, മുത്തശ്ശന്മാരൊക്കെ പറയണത് കേട്ടിട്ടില്ലേ? ചൂടാണെങ്കിൽ അവരെന്താ പറയുക? എന്താ പറയുക? നല്ല ചൂട്. സംഗതി ചൂട് ബുദ്ധിമുട്ടാണ്, എന്നാലും പറയണ പേരെന്താ? നന്മയാണ് കൊടുക്കണതേ, നല്ല ചൂട് എന്നാണ്. തണുപ്പാണെങ്കിലും തണുപ്പ് ബുദ്ധിമുട്ടാണ്, ആകെ ബുദ്ധിമുട്ടാണെങ്കിലും പറയണ പേരെന്താ? നല്ല തണുപ്പ്. അപ്പോഴും നല്ലതെന്നാണ് കാണുന്നതേ. അതാണ് സംസ്കാരം. അതാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എന്തൊരു ചൂട് എന്നാണ്, അല്ലെങ്കിൽ നശിച്ച ചൂട്. അതാണ് വ്യത്യാസം. എല്ലാത്തിലും നന്മ കാണൂ ആണ്. സമചിത്ത പ്രശാന്ത, എപ്പോഴും ശാന്തമായിട്ടിരിക്കും. എല്ലാ ജീവജാലങ്ങളും കുടികൊള്ളുന്ന ചൈതന്യം ഭഗവാനാണെന്നറിയൂ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭതേ യാ ബ്രഹ്മാതിപിപീലികാന്തതനുഷു പ്രോദാ ജഗൽ സാക്ഷിണി. ബ്രഹ്മാവ് മുതൽ, അല്ലെങ്കിൽ പിപീലിക മുതൽ ബ്രഹ്മാവ് വരെ, ഒരു ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകല ജീവജാലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ താഴെയും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലില്ല വിചാരിക്കണ്ട. എല്ലാത്തിലും കുടികൊള്ളണത് ഭഗവാനാണ് എന്നറിഞ്ഞ് ചണ്ടാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ. ചണ്ടാളനാവട്ടെ ഗുരുവാവട്ടെ അല്ലെ ബ്രാഹ്മണനാവട്ടെ, രണ്ടിലും ഭഗവാനുണ്ട്. അങ്ങനെ കാണാൻ സാധിക്കുക. അതാണ് ഭക്തന്മാരുടെ മഹത്വം. അവരുടെ ഗുണങ്ങൾ അങ്ങനെയാണ്. വിമന്യവഹ, ആരോട് അവർക്ക് മന്യുമില്ല, ദേഷ്യമില്ല. ഇങ്ങോട്ട് ഉപദ്രവിച്ചവർക്ക് പോലും ഉപകാരം ചെയ്യും. നമുക്ക് പറ്റുമോ? പ്രയാസമാണ്. സജ്ജനങ്ങൾ അങ്ങനെയാണ്. എത്ര ഭക്തന്മാരുടെ കഥ പറയുന്നുണ്ട്. അംബരീഷൻ്റെ കഥ പറയണില്ലേ? ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾ ആ ദുർവാസാവ മഹർഷി, എന്നിട്ടും ആ ദുർവാസാവ മഹർഷിക്ക് ആപത്തുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന മഹാൻ. അതാണ് വിമന്യവഹ സുഹൃദ സാധവോയേ, എല്ലാവരെയും സുഹൃത്തുക്കളായിട്ട് കാണുന്നു. ഇങ്ങനെയാണ് സജ്ജനങ്ങൾ. അതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. യേ വാമയീശേ കൃതസൗഹൃദാർത്ഥ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്ത യാവദർത്ഥാശ്ച ലോകേ. ഭക്തന്മാരെങ്ങനെയാണ്? ഗൃഹത്തിൽ അല്ലെങ്കിൽ നോക്കൂ, ഭാര്യ കുടുംബം ഇതിലൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല എന്നാണ്. താല്പര്യം ഉണ്ടാവില്ല എന്നല്ല കേട്ടോ.
അവരൊക്കെ നോക്കൂ, അവരൊക്കെ നോക്കുന്നുണ്ട്, വേണ്ടതുപോലെയൊക്കെ എല്ലാം തൻ്റെ കടമ പോലെ നിറവേറ്റുന്നുണ്ട്. പക്ഷെ അതിലെന്തില്ല? ആസക്തി ഇല്ല. അത് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ഭാര്യയെ നോക്കണ്ടെന്നോ മക്കളെ നോക്കണ്ടെന്നോ അർത്ഥമില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും പെട്ടുപോകണില്ല, ഭഗവാനെ മറക്കണില്ല. അത്രേ വേണ്ടൂ, അതേ വേണ്ടൂ. ഭഗവാനെ മറക്കാതെ ഇതൊന്നും നിത്യമല്ല എന്നറിഞ്ഞാൽ മതി. ഇതാണ് നിത്യമായിട്ടുള്ളത്, ഭഗവാനാണ്. ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോവും. ഒന്നെങ്കിൽ അവരെ വിട്ട് ഞാൻ പോവും, അല്ലെങ്കിൽ എന്നെ വിട്ട് അവർ പോവും. ശാശ്വതമല്ലല്ലോ എന്നറിഞ്ഞ് ആ ഭക്തന്മാർ ഭഗവാനെ തന്നെ ആശ്രയിക്കും. നൂനം പ്രമത്തക്കുരുദേവി കർമ്മ യദിന്ദ്രിയപ്രീതയ ആപ്രണോതി ന സാധുമന്യേ യഥ ആത്മനോയം അസന്നഭിക്ലേശത ആസദേഹ. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ഓടി നടന്നാൽ ഉള്ള ആപത്ത് പറയുക. കണ്ണിന് തൃപ്തിയാവണം, മൂക്കിന് തൃപ്തിയാവണം എന്ന് കരുതി ഓടി നടന്നാൽ തൃപ്തിയാവോ? ഇല്ല, ആവില്ല. എന്ന് മാത്രമല്ല, വലിയ പടുകുഴിയിൽ ചെന്ന് ചാടും. അതാണ് അവസാനം. ഇപ്പം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. സുഖമായിട്ടിരിക്കാനുള്ള വഴി നോക്കുകയാണ്. എന്ത് കണ്ടാലാ സുഖാവുക, എന്ത് കേട്ടാലാണ് സുഖാവുക, എന്ത് കുടിച്ചാലാ സുഖാവുക. എത്ര കുടിച്ചാലും സുഖം ആവില്ല എന്നുള്ളതാണ് വാസ്തവം. എത്രയോ ചായ നമ്മൾ കുടിച്ചിട്ടുണ്ട് ഇല്ലേ? ഒന്ന് എണ്ണി നോക്കൂ, എത്ര ചായ കുടിച്ചിട്ടുണ്ടാവുന്ന കൂട്ടി നോക്കൂ. ഇപ്പോൾ ഒരു ചായ കിട്ടിയാൽ കുടിക്കില്ലേ? ഓ, കുടിക്കും. എന്നിട്ട് മടുപ്പ് വരുന്നുണ്ടോ? ഇല്ല, അതില്ല. അതാണ് കാര്യം. എത്രയോ ചായ കഴിച്ചിട്ടുണ്ട്, എത്രയോ ചാപ്പാട്, എത്രയോ ഊണ് കഴിച്ചിട്ടുണ്ട്. എന്നാലും 1 മണിയായി ഊണ് കഴിക്കും. മടുപ്പ് വന്നിട്ടില്ല. ചവച്ച് തന്നെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും മതിയായിട്ടൊന്നുമില്ല. അനുഭവിക്കും തോറും ഇനിയും വേണമെന്നേ തോന്നുള്ളൂ. നമ്മൾ കരുതും അതങ്ങോട്ട് അനുഭവിച്ചൊഴിവാക്കാം. അനുഭവിച്ചാൽ ഇനിയും വേണം തോന്നും. അത്രയേ ഉള്ളൂ. ഒഴിവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വിവേകിയായിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? അത് എല്ലാ കാലവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഉപേക്ഷിക്കും. പരീക്ഷത്തൊക്കെ അങ്ങനെയാണ്. വേണമെങ്കിൽ 7 ദിവസം എന്ത് ചെയ്യായിരുന്നു? ആ ഭോഗസുഖം അനുഭവിച്ചും കൊണ്ട് കഴിയാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. എന്താ കാരണം? 7 ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലാണ്ടാവുമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഒഴിവാക്കുകയാണ്. അങ്ങനെ കഴിയും. അതാണ്. നാളെ ഉണ്ടാവില്ലേ? ഇല്ല, എന്നാൽ ഇന്ന് തന്നെ വേണ്ട. അതാണ്. നമ്മൾ തിരിച്ചാ, നാളെ ഉണ്ടാവില്ലേ, എന്നൊന്ന് നല്ലോണം വിളമ്പിക്കോളൂ. അതാണ്. കാരണം നാളെ ഉണ്ടാവില്ലല്ലോ. നമ്മളത് പറയാറുമുണ്ട് ഇല്ലേ? മക്കളെ എപ്പോഴേ സമ്പാദിക്കാൻ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പറ്റില്ല, അതുകൊണ്ട് ധാരാളം സമ്പാദിച്ചോളൂ എന്നാണ് രക്ഷിതാക്കൾ ഉപദേശിക്കാറ്. സ്കൂളിൽ പോയ ടീച്ചർമാരും തന്നെ ഉപദേശിക്കാറ്, നാട്ടുകാരും തന്നെയാണ് പറയാറ്. അല്ല, നാളെ ഉണ്ടാവില്ലെങ്കിൽ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. അതാണ്. ഇന്ദ്രിയപ്രീതിക്കായിട്ട് ഓടി നടന്നാൽ അതൊരിക്കലും പൂർണ്ണമാവില്ല. ഒരാഗ്രഹം, ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചാൽ കഴിഞ്ഞോ, അങ്ങനെ വിചാരിക്കും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു വിചാരിക്കും, അടുത്ത് തുടങ്ങി. ഇപ്പം എന്താ ആഗ്രഹം? വീട് വെക്കണം എന്നേ ഉള്ളൂ. വീട് വെച്ച് കഴിഞ്ഞു ചോദിച്ചു നോക്കൂ, പൂർണ്ണമായില്ലേ? മുകളിലേക്കൊന്നും എടുക്കണം. എന്താണ്? എന്നിട്ട് അതും കൂടി ഒന്ന് വാടകയ്ക്ക് കൊടുക്കണം. അത് കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. ചോദിച്ചു നോക്കൂ, അല്ല മകളുടെ കല്യാണം കൂടി ഉണ്ട്. തീർന്നില്ല. ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത ആഗ്രഹം ഉണ്ടാവണുണ്ടല്ലോ. അത് അനുഭവിക്കും തോറും ഇനിയും വേണമെന്ന് തോന്നും, തീരില്ല. അപ്പോൾ ഒരു അപൂർണതാബോധം എല്ലാവരിലും ഉണ്ട്. ഞാൻ പൂർണ്ണമല്ല, എന്തോ ഒരു കുറവ് എനിക്കുണ്ട്. അത് ഓരോരുത്തരും ഓരോന്നാവട്ടോ. എൻ്റെ കുറവാവില്ല നിങ്ങളുടെ. ചിലർക്ക് പണമില്ല എന്നുള്ളതാവും കുറവ്, ചിലർക്ക് പ്രശസ്തി ഇല്ല എന്നുള്ളതാവും കുറവ്, ചിലർക്ക് കല്യാണം കഴിഞ്ഞു കുട്ടികളൊന്നും ഇല്ല എന്നുള്ളതാണ് കുറവ് അല്ലേ? അതങ്ങോട്ടായാൽ പൂർണ്ണമാവെന്ന് വിചാരിക്കും. അവിടെയല്ല ഈ പൂർണ്ണത. പിന്നെയോ ജീവസ്യ തത്വജിജ്ഞാസ. ജനിച്ചില്ലേ നമുക്കൊരു ജിജ്ഞാസ ഉണ്ട്. എന്ത്? തത്വം അറിയണം, ഞാൻ ആരെന്നറിയണം. അതാണ് നമ്മളുടെ പ്രശ്നം. പക്ഷെ അതാണ് പ്രശ്നം, നമ്മൾ അറിയണില്ല. അതാ കുഴപ്പം. ചെറിയ കുട്ടികളെ പോലെയാണ്. അവർ കരയും, പക്ഷെ വിശപ്പാന്ന് അറിയണില്ല. അതാണ്. വിശന്നിട്ടാണ് കരയണത്, പക്ഷെ അവർക്കത് വിശക്കുന്നുണ്ട് അറിയില്ലല്ലോ. പക്ഷെ അമ്മയ്ക്കറിയാം, അമ്മ ഭക്ഷണം കൊടുക്കും, അവരുടെ വാശി തീർന്നു. ഇതുപോലെ നമ്മളും പണത്തിന് വേണ്ടിയിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പലതിനും വേണ്ടി നമ്മൾ കരയാണ്. പക്ഷെ അതല്ല നമ്മളുടെ കരച്ചിൽ. ശരിക്കും എന്തിനാണ്? ഞാൻ ആരെന്നറിയാനുള്ള ത്വരയാണ്. ജീവസ്യ തത്വജിജ്ഞാസ. തത്വം അറിയാനുള്ള മോഹമാണ്. അപ്പം എന്ത് വേണം? പൂർണ്ണനാവണമെങ്കിൽ തത്വം അറിയണ്ടേ? അത് ഗ്രഹിക്കല്ലേ വേണ്ടത്? അതാരാണത്? ഏവം മന കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർനയാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത്. ഉള്ളിലുള്ള അന്തര്യാമിയായിരിക്കുന്ന ആ പൂർണ്ണസ്വരൂപനെ ഇവിടെ പറയാണ് വാസുദേവൻ എന്ന് പറയാണ്. ആ എന്നെ, ആ ഈശ്വരനെ അറിയാതെ അല്ലൽ തീരില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലകറ്റാനാകില്ല. പാടാറില്ലേ? വേറെ വഴിയില്ല. ദുഃഖം നീങ്ങണമെങ്കിൽ ഈശ്വരനെ അറിയാം, അല്ലാതെ വേറെ വഴിയില്ല. താൻ പൂർണ്ണനാണെന്ന് അറിയൂ. അതിനുള്ള വഴിയാണ് പിന്നീട് വർണ്ണിക്കുന്നത്. അതിനെന്ത് വേണം? ഹംസേ ഗുരൗ മയി ഭക്തിയാനുവൃത്തിയാ വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച
സർവത്ര ജന്തോർവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹ നിവൃത്തിയ. നോക്കൂ, ഹംസേ ഗുരു മയി ഭക്തിയ അനുവൃത്തിയ. ഹംസത്തെ പോലുള്ള ഗുരുനാഥന്മാരെ ആശ്രയിക്കുന്നതാണ്. ഹംസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ. ഹംസ തിരിച്ചു പറഞ്ഞാൽ എന്താ അർത്ഥം? സോഹം എന്നാണ്. ഞാൻ തന്നെ അവൻ ആണ്, അവൻ തന്നെയാണ് ഞാൻ, എല്ലാവരിലുള്ളത് ഒന്ന് എന്നറിഞ്ഞവരാണ് ഹംസം എന്നാണ്. അതാണ് നമ്മൾ സജ്ജനങ്ങളെയൊക്കെ ഹംസന്മാരായിട്ട് ഉപമിക്കാറുണ്ട്. ശ്രീരാമകൃഷ്ണ എന്താ പറയുക, പരമഹംസൻ എന്നല്ലേ പറയുക. ഈ ഭാഗവത്തിനൊരു പേരുണ്ടല്ലോ, എന്താ പേര്? പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ പഞ്ചമോധ്യായ അല്ലേ പറയുക. എന്ത് സംഹിത എന്നാണ് പറഞ്ഞത്? പാരമഹംസ്യാം സംഹിതായാം. പരമഹംസന്മാരുടെ സംഹിതയാണ്, പരമഹംസന്മാരുടെ കഥയാണ് പ്രതിപാദിക്കുന്നത്. ഋഷഭനാര യോഗീശ്വരനാണ്, പരമഹംസനാണ്. അപ്പോൾ സജ്ജനങ്ങളെ, ഋഷിമാരെ, ഗുരുനാഥന്മാരെയൊക്കെ നമ്മൾ ഹംസങ്ങളായിട്ട് ഉപമിക്കാറുണ്ട്. ഹംസത്തിൻ്റെ വലിയൊരു കഴിവ് എന്താ ചോദിച്ചാൽ നീരക്ഷീര വിവേകം എന്നാ പറയുക. നീരേത് ക്ഷീരമേതെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. തനിക്ക് ഉയർച്ച ഉണ്ടാവുന്ന വഴി ഏതും തിരിച്ചറിയാനുള്ള ശേഷി ഹംസത്തിനുണ്ട്. അങ്ങനെയാവണം ഇവിടെ മനുഷ്യനായ നമുക്കും വേണം. ഏത് മാർഗത്തിലൂടെ പോയാലാണ് അതെനിക്ക് ഹിതമാണോ, അതിലൂടെ ഞാൻ ഉയരുമോ, എനിക്ക് നന്മയാണോ ഉണ്ടാവുക, ആ വഴിക്ക് സഞ്ചരിക്കുക. വെള്ളവും പാലും കലർത്തി കൊടുത്താൽ അരയന്നം പാല് മാത്രം സ്വീകരിക്കും, വെള്ളം ഒഴിവാക്കും. നമ്മളൊക്കെ തിരിച്ചാ, വെള്ളം മാത്രം എടുത്ത് പാൽ ഒഴിവാക്കും. പറയുമ്പം പലതും പറയും കേട്ടോ, കാരണം ബുദ്ധി കുറവാണ്, പക്വത കുറവാണ്, അല്ലേ, വിവരം ഒക്കെ കുറവാണ്. അപ്പം വിവരമുള്ളവരെന്ത് ചെയ്യണം? വേണ്ടത് മാത്രം സ്വീകരിക്കുക, ബാക്കിയുള്ളത് തള്ളിക്കളയുക, അത്രയേ വേണ്ടൂ. ആ പാല് മാത്രം എടുത്തോളൂ, വെള്ളം കുറേ ഉണ്ടാവും, അതങ്ങോട്ട് കളഞ്ഞാൽ മതി. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയുള്ള വിവേകശാലിയായിട്ടുള്ള ആ പരമഹംസന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരെ ആശ്രയിക്കൂ. ആ ഗുരുനാഥന്മാരിലും ഭഗവാനിലും ഭക്തി വയ്ക്കൂ. അതാണ് അരയന്നത്തിൻ്റെ പ്രത്യേകത. അതാണ്. കാക്കയെ അജ്ഞാനായിട്ടാണ് ഉപമിക്കാറ്. കാക്ക പക്ഷി നല്ല പക്ഷിയായിട്ട് മോശമൊന്നുമില്ല, പക്ഷെ എന്നാലും പറയുന്ന സമയത്തൊക്കെ എന്ത് പറയാറുണ്ട്? അജ്ഞാനമായിട്ട് ഉപമിക്കാറുണ്ട്. അരയന്നത്തെയോ ജ്ഞാനമായിട്ടാണ് ഉപമിക്കാറ്. അതാണ് കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ. കാക്കകളൊക്കെ പറന്നുപോയി, അജ്ഞാനമൊക്കെ നീങ്ങി, ഇനി അരയന്നങ്ങൾ പോയ വഴി പോകൂ എന്ന് പറഞ്ഞാൽ പരമഹംസന്മാരായിട്ടുള്ള ഋഷിമാർ മുനിമാർ സഞ്ചരിച്ച വഴിയിൽ ചെല്ലൂ. നമുക്ക് കാര്യം അറിയണില്ലെങ്കിൽ, നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മഹാജനോയേന ഗതസ്സപന്ഥ. സജ്ജനങ്ങൾ, യോഗീശ്വരന്മാർ പോയ വഴി പിന്തുടരൂ, മോശാവില്ല, വഴി തെറ്റില്ല. നമുക്ക് വഴി അറിയില്ലെങ്കിലും സാരമില്ല, സജ്ജനങ്ങളെ ആശ്രയിക്കൂ. മിത്രങ്ങൾ നമുക്കെത്ര ശിവശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. എത്ര ഭക്തന്മാരുണ്ട്, സജ്ജനങ്ങളില്ലേ. നമുക്കൊരു ദിക്കിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ എന്താ ആചരിക്കുന്നു നോക്കൂ, അത് അനുകരിച്ചോളൂ, വിഷമമുണ്ടാവില്ല. അതാണ് ഇവിടെയുള്ള ഉപദേശം. അതുകൊണ്ട് അങ്ങനെയുള്ള പരമഹംസന്മാരെ ആശ്രയിക്കൂ. അവരെന്ത് ചെയ്യും? അവരെൻ്റെ ഗുണങ്ങൾ, കഥകൾ പാടുകയാണ്. ഇത് ഓരോരോ നോക്കൂ തലങ്ങളാണ്. നമ്മളെ പൂർണ്ണരാക്കാനുള്ള ഓരോരോ 27 പടികളാണ്, 27 ശ്ലോകങ്ങൾ. ഇതാണ് നമ്മൾ പൂർണ്ണരാവണ്ടേ, സ്വതന്ത്രരാവണ്ടേ, ആനന്ദത്തിലിരിക്കണ്ടേ, അതിനുള്ള വഴി പറഞ്ഞു തരികയാണ്. അതിനെന്താ വഴി? ഗുരുനാഥനെ ആശ്രയിക്കുക. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. നല്ല ഗുരുനാഥന്മാരെ ആശ്രയിച്ച് അവരുടെ കൂടെ ഇരുന്ന് അവരെ പരിചരിച്ച്, ചിലപ്പോൾ അവർ ചീത്ത പറയും, അതൊക്കെ കേൾക്കുക. ഉള്ളിലുള്ള അഹങ്കാരം നശിക്കാനാണേ. അതങ്ങോട്ട് പോകണം. ഈ അഹങ്കാരത്തിൻ്റെ മോനുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാനെ കിട്ടില്ല. അതങ്ങോട്ട് ഇല്ലാണ്ടേ ആവണം. അതൊക്കെ ഇല്ലാണ്ടായി അവരുടെ കൂടെ അങ്ങനെ കഴിഞ്ഞ് ചില സംശയങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും, അത് അവരോട് ചോദിക്കുക. അതാണ് പരിപ്രശ്നേന സേവയാ. ഉണ്ടാവണം. സംശയം ഇല്ലെങ്കിലാ ബുദ്ധിമുട്ട്. ചോദ്യം ചോദിക്കണം, വേണം. ചോദ്യം ചോദിക്കാനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ. ചോദ്യമാണത്, അല്ലേ? എവിടുന്നാണ് ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ ഉണ്ടായത്? ഏന ജാതാനി ജീവന്തി. ഈ കാണുന്നതൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? യത് പ്രയന്തി അഭിസംവിശന്തീതി. ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണുന്നില്ല, പോയി പോകുന്നുണ്ട്, അല്ലേ? കാണുന്നില്ല. ഇത് ലോക സ്വഭാവമാണ്. പ്രപഞ്ചത്തിൽ ധാരാളം ജീവജാലങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ട് ചെന്ന് പോകുന്നു? തദ് വിജിജ്ഞാസസ്വ. അത് മനസ്സിലാക്കൂ, അത് അറിയാൻ ശ്രമിക്കൂ. തദ് ബ്രഹ്മേതി. അതാണ് ബ്രഹ്മം. നോക്കൂ, അപ്പോൾ ചോദ്യത്തിനല്ലേ ആ ഉത്തരം കിട്ടിയത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യം ചോദിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കണം. മത് കർമ്മഭിഹി മത് കഥയാച നിത്യം മദ്ദേവസംഗാത് ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്രാജിഹാസയ ദേഹഗേഹാത്മബുദ്ധേ. എൻ്റെ കഥകൾ പാടുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതുകൊണ്ടെന്താ ലാഭം? നിർമ്മലമാവും മനസ്സ്. അതാണ്.
ചിലർ പറയാറുണ്ട് ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. നല്ല കാര്യമാണ് അല്ലേ? വീട്ടിലിരുന്നാൽ ഉറക്കമില്ലല്ലോ. ഈ ഉറക്കമില്ലാണ്ട് ആവണത് എപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ഉറക്കമില്ലാണ്ട് ആവണതേ. അപ്പോൾ ഈശ്വര കഥ കേൾക്കുമ്പം ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ടെൻഷൻ പോയി എന്നാണ് അല്ലേ അർത്ഥം? കഥയും കേട്ട് കേട്ടപ്പോതാ അത്ര സുഖം. പലരും ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടാണ് ഉറങ്ങണത്. ഉറക്കഗുളിക ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല പലർക്കും അല്ലേ? തിരിഞ്ഞു മരണം കിടക്കും, ഉറക്കഗുളിക ഇല്ലാണ്ട് ഉറങ്ങില്ല. ഇനി എങ്ങാനും ഒരു ദിവസം ഉറക്കഗുളിക ഇല്ലാണ്ട് ഉറങ്ങിയ ഭാര്യ തട്ടി വിളിച്ചിട്ട് പറയും ഒന്നും ഉറക്കഗുളിക കഴിച്ചില്ല പറഞ്ഞു കൊടുക്കും. അന്നെങ്കിലും ഒന്ന് ഗുളിക കഴിക്കാണ്ട് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുപോലും നോക്കൂ, ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, മനസ്സ് ശാന്തമായതുകൊണ്ടാണ്. അപ്പോൾ ഈശ്വര കഥകൾ കേട്ടാൽ മനസ്സ് ശാന്തമാവും, നിർമ്മലമായ മനസ്സിൽ തത്വം പ്രകാശിക്കും. എല്ലാം കൂടി നടക്കില്ല. ഗ്രാമ്യ വിഷയങ്ങളോടുള്ള താല്പര്യം, ലൗകിക വിഷയങ്ങളോടുള്ള താല്പര്യവും കൂട്ടത്തിൽ കുറച്ച് ഭാഗവതവും എല്ലാം കൂടി നടക്കില്ല. കാരണം ഒന്നിനോട് കൂടുതൽ മനസ്സ് ഒട്ടിയാൽ അവിടേക്ക് ആധ്യാത്മിക തത്വം പ്രകാശിക്കില്ല. അതുകൊണ്ടാണ് സാധനകൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. ജപം വേണം, തീർത്ഥാടനം വേണം. മദ്യേവസംഗാത് ഗുണകീർത്തനാൻമേ. നോക്കൂ, നാമജപം വേണം. നാമം ജപിക്കുമ്പം ഭജന പാടുമ്പോഴൊക്കെ ഒരു ആനന്ദമല്ലേ ഇല്ലേ? നമുക്ക് പാടാൻ വൈകി വേറെ ആൾ പാടി കേൾക്കുമ്പോൾ ഒരു ആനന്ദമല്ലേ? അവരുടെ കൂടെ കൂടുമ്പോഴൊരു ആനന്ദമല്ലേ? അതാണ് മനസ്സ് നിർമ്മലാവാണ്, ശാന്തമാവാണ്, ഒക്കെ ആവശ്യമാണ്. തീർത്ഥാടനം വേണം. ചില സ്ഥലങ്ങളൊക്കെ എത്തി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് ശാന്താവും. ചില ആളുകളുടെ സംഘം കൊണ്ട് ആണ് ദർശനാദേവ സാധവ. സജ്ജനങ്ങളുടെ ദർശനം കൊണ്ട് ഒന്നും വേണ്ട, അടുത്ത് പോകേണ്ട, ഉപദേശം വേണ്ട, തൊടണ്ട. അടുത്തിരുന്നാൽ തന്നെ ബാറ്ററി ഫുള്ളാവും. ആണ് 2 മിനിറ്റ് അടുത്തിരുന്നാൽ മതി, ചാർജായി. അങ്ങനെയുള്ള സജ്ജനങ്ങളെ കാണണം. തീർത്ഥാടനം വേണം. നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ. ഈ ദേഹത്തിലും ഗേഹത്തിലും ആത്മബുദ്ധി വയ്ക്കുക. അതൊക്കെ പോവും. ദേഹം എൻ്റെ എന്നുള്ള വിചാരമുണ്ട് അല്ലേ? അതിലെന്തെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോഴേക്ക് എനിക്ക് വിഷമമുണ്ട്. ഒരു മുടി ഇഴ നരച്ചാൽ വിഷമായി, 2 ദിവസം ഉറക്കില്ല. അയ്യോ നരച്ചല്ലോ, അതൊക്കെയാണ് പ്രശ്നേ. ആകെ പരിഭ്രമാണ്. വീടിനോട് ഇല്ലേ മമതുണ്ട്. എൻ്റേതായിട്ടുള്ള പല വസ്തുക്കളോടും എനിക്ക് എന്തുണ്ട്, എൻ്റെ എന്നുള്ള വിചാരമുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കൂ. അത് ഒഴിവാക്കാൻ പറ്റുമോ? ബലമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. അതിന് പകരം എന്ത് ചെയ്യൂ? ഈശ്വര കഥകൾ കേൾക്കൂ. സ്വാഭാവികമായിട്ട് എൻ്റെ എന്നുള്ള വിചാരം പോയിക്കോളും. നമ്മളായിട്ട് പിടിച്ച് പറിച്ച് കളയുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു വീണാൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? നമ്മളായിട്ട് ഒഴിവാക്കുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ. അല്ല, സ്വാഭാവികമായിട്ട് പോവുകയാണ്. നമ്മൾ ഉപേക്ഷിക്കാൻ വിചാരിച്ച വസ്തു നഷ്ടപ്പെട്ടാൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഒരു തേഞ്ഞ ചെരുപ്പാ 12 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഒഴിവാക്കി വേറൊന്ന് വാങ്ങാമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ആരും അതെടുത്ത് കൊണ്ടുപോയി. സന്തോഷമായി, ആവൂ വേറൊന്ന് വാങ്ങാലോ, അത്രയല്ലേ ഉള്ളൂ. നമ്മളായിട്ട് ഉപേക്ഷിക്കണില്ല, പക്ഷേ പോയപ്പോൾ സന്തോഷമാവുകയും ചെയ്തില്ല. ഇതുപോലെയാ. അപ്പോൾ ഈശ്വര വിഷയങ്ങളോട് താല്പര്യം വന്നു കഴിഞ്ഞാൽ ലൗകികമായിട്ടുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് താല്പര്യം കുറഞ്ഞു വരും. രണ്ടും കൂടി നടക്കില്ല. ഈശ്വര വിഷയങ്ങളോട് താല്പര്യമുള്ള ആൾക്ക് പരദൂഷണം കേൾക്കാൻ മോഹം ഉണ്ടാവില്ല, കുറഞ്ഞു വരും. അങ്ങനെ ദേഹഗേഹാത്മബുദ്ധികളൊക്കെ വിട്ട് മനസ്സ് ശുദ്ധമാവും. അത് മാത്രം മതിയോ? പോരാ, അതിനുള്ള വേറെ സാധനങ്ങളുണ്ട്. അത് പറഞ്ഞു കൊടുത്തു. അധ്യാത്മയോഗേന വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്രക് സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം. അധ്യാത്മയോഗേന, ആധ്യാത്മിക ശാസ്ത്ര പഠനം. ശാസ്ത്രങ്ങൾ ധാരാളം നമുക്കുണ്ട്, ധാരാളമുണ്ട്. മറ്റുള്ളവർക്കൊക്കെ ഒന്നേ ഉള്ളൂ എന്നൊക്കെ കൂട്ടുക. നമുക്കാണെങ്കിൽ എത്ര പുരാണങ്ങൾ. അതിലേതെങ്കിലും ഒന്നെടുക്കുക. എല്ലാം വേണ്ട, ഏതെങ്കിലും ഒന്നെടുക്കുക. കുറേ ഉള്ളതുകൊണ്ട് സംശയം, ഒന്നും ഇപ്പോൾ എടുക്കാറില്ല. അതാണിപ്പോൾ നമ്മളെ അവസ്ഥ. അങ്ങനെയല്ല, കുറേ ഉണ്ടെങ്കിലും നമുക്ക് പറ്റിയത് ഒന്നെടുക്കുക. മറ്റുള്ളതിനെ കുറ്റം പറയണ്ട, ഒന്നിനെ നിന്ദിക്കാൻ പോകണ്ട. നമുക്ക് താല്പര്യമുള്ള, നമ്മളോട് ചേരുന്ന ഒരു ഗ്രന്ഥം കയ്യിലെടുത്ത് ദിവസവും പഠിക്കൂ, ദിവസവും വായിക്കൂ. അതാണ് സ്വാധ്യായം. അതില്ലെങ്കിൽ ജ്ഞാനം നഷ്ടപ്പെടും. പലരും പറയാറ് ജ്ഞാനം നഷ്ടപ്പെടുന്നില്ല, ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെടും, ഇത് കയ്യിൽ നിന്ന് പോവില്ല എന്നാണ്. പോവും, പ്രമാദം കൊണ്ട് നഷ്ടപ്പെടും. നിത്യമായിട്ടുള്ള അഭ്യാസം ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് ശാസ്ത്രം പോവും. അതുകൊണ്ട് നിത്യം ശാസ്ത്രം പഠിക്കണേ. അതാണ് സ്വാധ്യായാൻമാ പ്രമദ അല്ലേ? സ്വാധ്യായ പ്രവചനാഭ്യാം മാ പ്രമദിതവ്യം എടുത്തു പറയും. ഒരിക്കലും പ്രമാദം ചെയ്യരുതേ, ഒരിക്കലും ശാസ്ത്രം പഠിക്കാൻ വിമുഖത കാണിക്കരുതേ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല നഷ്ടം, ഇനി വരുന്ന തലമുറയ്ക്ക് നഷ്ടമാണ്. അവരും വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് നിത്യം ശാസ്ത്രം പഠിക്കണം, സ്വാധ്യായം വേണം. വിവിക്ത സേവയാ, ഏകാന്തത്തിലിരിക്കണം, ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കണം. ഇതിപ്പം പേടിയാ, ഒറ്റയ്ക്കിരിക്കാൻ വയ്യ. കേൾക്കാൻ വരുമ്പോഴും 2 ആളെ കൂട്ടിയിട്ടേ വരുള്ളൂ. അങ്ങനെയല്ല,
ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. ഇനി ഭാഗവതം പറയുന്നുണ്ട്, ഏക ഏവ ചരേത്തസ്മാത് കുമാര്യ ഇവ കങ്കണം. അല്ലേ, ഒരു വിവേകി, ഒരു സാധകൻ എങ്ങനെ സഞ്ചരിക്കണം? മുക്തിയാണോ ആഗ്രഹിക്കുന്നത്? ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. കാരണം ആ വഴിയിൽ അധികം ആൾക്കാരുണ്ടാവില്ല. ചിലരുടെ ധാരണ ആൾ കൂടിയാലേ കേമാവുള്ളൂ. അല്ല, വൈരക്കടയിലുള്ള തിരക്ക് അല്ലെ, വൈരക്കട തിരക്കുണ്ടാവുമോ? ഉണ്ടാവും, പക്ഷേ മീൻ മാർക്കറ്റിലുള്ള അത്ര തിരക്കുണ്ടാവില്ല എന്ന് കരുതി അത് കേമാന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതാണ്. ആധ്യാത്മിക മാർഗങ്ങളിലൊക്കെ അധികം പേരുണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് കരുതി മോശമാകരുതരുതേ. അതാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടവരാ. ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്ക് പോവും. ഇപ്പോഴേ ശീലിച്ചാൽ എളുപ്പമുണ്ട്. അതുകൊണ്ട് വിവിക്ത സേവയാ, ഏകാന്തത്തിലിരിക്കൂ, ഈ ശാസ്ത്രങ്ങളൊക്കെ മനനം ചെയ്യൂ. ഇതാണ്. പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്ര്യക്ക്, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, ഇതൊക്കെ അഭ്യസിക്കൂ. മനസ്സിനെ അടക്കാനുള്ള വഴിയാണ് പ്രാണായാമം. കാരണം മനസ്സിനെ അടക്കുക പറഞ്ഞാൽ മനസ്സ് എവിടെയാണ് നമുക്കറിയില്ല. അറിയോ? എവിടെയാണ് പറഞ്ഞൊരു മനസ്സ് എവിടെയാണ്? എവിടെയാണ് മനസ്സ്? ചിലർ ഇവിടെയെന്നും പറയുന്നുണ്ട്. ചിലർ മനസ്സെന്ന് പറയും, ചിലർ മനസ്സ് ഇവിടെ. എന്തായാലും ഇവിടെയെന്ന് പറയണില്ല. ഏറ്റവും പ്രധാനം ഇതാണെങ്കിലും ഇവിടെയാണെന്ന് പറയാറില്ല. സംഗതി മനസ്സുണ്ടല്ലോ, ഉണ്ട്, പക്ഷെ എവിടെയാണെന്നറിയില്ല. ഇതാണ് പ്രശ്നക്കാരൻ. അയാളെ നേരെയാക്കണം, അടക്കണം എന്ന് ആഗ്രഹമുണ്ടോ? നല്ലൊരു വഴിയുണ്ട്. എന്താ വഴി? മനസ്സ് എവിടെയാണെന്ന് അറിയില്ലെങ്കിലും മനസ്സും പ്രാണനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മനസ്സ് എവിടെയാണെന്ന് അറിയില്ലെങ്കിലും മനസ്സും പ്രാണനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതാണ് മനസ്സിന് വലിയ വിഷമമുണ്ടാകുമ്പം ശ്വാസോച്ഛ്വാസത്തിനൊക്കെ ലേശം മാറ്റം വരുന്നത് കാണാം. അല്ലേ, ഒരു പെട്ടെന്നൊരു വിഷമമുള്ള വാർത്ത കേട്ടാൽ എന്താവും? ഒരു ഫോൺ കോൾ വന്ന് എടുത്തു നോക്കി, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നോക്കൂ, നമ്മളെവിടെ അറിഞ്ഞൂല്ലേ? പ്രാണൻ്റെ ഗതിക്ക് ചലനം മാറ്റം ഉണ്ടായില്ലേ? എന്തേ കാരണം? മനസ്സും പ്രാണനും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് രണ്ടും ഉദിക്കണത് ഒരു ദിക്കിൽനാ. മനസ്സിനെ അടക്കണമെന്ന് മോഹമുണ്ടോ? പ്രാണനെ അടക്കിക്കോളൂ. പ്രാണൻ നമ്മളെ കയ്യിലാണല്ലോ, നമുക്ക് പരിചയമുണ്ട്. അതിനെ അടക്കൂ. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഇപ്പം നമ്മൾ അറിയാണ്ടിയാ വലിച്ചിങ്ങനെ വിടുന്നുണ്ട്. എത്ര എണ്ണം വിട്ടു ഒന്നും നിശ്ചയില്ല. അല്ലേ, അത് നമ്മളുടെ ബോധത്തോടു കൂടി ആവട്ടെ. മെല്ലെ ഉള്ളിലേക്ക് വലിക്കുക. അതിനെ പൂരകം എന്ന് പറയും. കുറച്ച് നേരം അവിടെ നിർത്തുക. അത് കുംഭകം. മെല്ലെ പുറമേക്ക് വിടുക, രേചകം. ഇതിന് കണക്കൊക്കെ ഉണ്ട് കിട്ടുമോ? എങ്കിലും ഇങ്ങനെ സാവധാനം ചെയ്താൽ തന്നെ മനസ്സ് താനെ അടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പ്രാണായാമം. പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്ര്യക്ക് സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം. ബ്രഹ്മചര്യം ബ്രഹ്മവിചാരം ഉണ്ടാവുക. അതാണ്. കല്യാണം കഴിക്കാണ്ടിരിക്കൽ മാത്രമല്ല കേട്ടോ. കല്യാണം കഴിക്കാണ്ടിരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടൊന്നും ബ്രഹ്മചര്യമല്ല. 16,108 കല്യാണം കഴിച്ച കൃഷ്ണനെ എന്താ വിളിക്കാറ്? അനേക ബ്രഹ്മചാരി ച കൃഷ്ണാവ്യസന കർഷക. അല്ലേ, ഭഗവാന്റെ പേരാണ് അനേക ബ്രഹ്മചാരി എന്നാണ്. അപ്പം അതുകൊണ്ട് അനാദി ബ്രഹ്മചാരി എന്ന ഭഗവാന്റെ പേരുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം കല്യാണം കഴിക്കാണ്ടിരിക്കലല്ല, ഈശ്വര വിചാരത്തോടു കൂടി ഇരിക്കുക. അതാണ്. ധർമ്മിഷ്ഠനായിട്ടിരിക്കുക. അതാണ് ബ്രഹ്മചര്യം. അത് അഭ്യസിക്കണം. പിന്നെയോ കർമാശയം ഹൃദയഗ്രന്ഥി ബന്ധം അവിദ്യയാ സാധിതമപ്രമത്ത അനേന യോഗേന യഥോപദേശം സമ്യക് വ്യപോഹ്യോ പരമേത യോഗാത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അനുഭൂതി എത്തിയാൽ, ആ വഴിയിൽ നിന്ന് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ, ഞാൻ പൂർണ്ണനാണെന്ന് അറിഞ്ഞാൽ പിന്നെ സാധനകൾ ഉപേക്ഷിക്കാം. എന്താണ് സാധനം? എത്ര വരെ വേണ്ടു? സാധിക്കുന്നത് വരെ വേണ്ടു. സാധിച്ചാൽ പിന്നെ സാധനം വേണം. ഇവിടെ എത്തണ വരെ വണ്ടി വേണ്ടു. അല്ലേ, നൈമിശാരണത്തിലെത്തി, ഇനി കാറ് വേണോ? നമുക്ക് വേണം. തിരിച്ചു പോകണ്ടേ? തിരിച്ചു പോകണം എന്നുള്ളതുകൊണ്ട് വേണം. തിരിച്ചു പോകാൻ ഉദ്ദേശമില്ലെങ്കിലോ എന്തിനാ പിന്നെ? അക്കരെ എത്തുന്നത് വരെ തോണി വേണ്ടു. അക്കരെ എത്തിയ പിന്നെ തോണി വേണോ? അക്കരെ എത്തിയ തോണി പറഞ്ഞുവിടാം. നമുക്കത് ആവശ്യമില്ല. കാരണം ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ എന്ത് വേണ്ട? തിരിച്ചു വരാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് തോണി ആവശ്യമില്ല. ഇപ്പം നമ്മളുടെ അവസ്ഥ തിരിച്ചാ. നമുക്ക് ഗുരുവായൂരെത്തിയാലും ബസ്സിൽ നിന്ന് ഇറങ്ങാത്തവരുണ്ട്. ഗുരുവായൂർക്കാണ് കയറിയത്, ഗുരുവായൂരെത്തി ബസ്സിൽ നിന്ന് ഇറങ്ങണില്ല. കണ്ടക്ടർ പറഞ്ഞ് ഇറങ്ങിക്കോളൂന്ന്. അപ്പം അദ്ദേഹം പറയാണ്, എനിക്ക് ബസ് ഇഷ്ടമായി, ഞാൻ ഇറങ്ങണില്ല. എങ്ങനെ ഉണ്ടാവും? നമുക്ക് എത്തിയാൽ ഇറങ്ങണം. ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ ഇറങ്ങിക്കോളുക. സാധനങ്ങൾ പിന്നെ ആവശ്യമില്ല. അതാണ് ഉപരമേത യോഗാത്. യോഗാത് ഉപരമേത. ബോധ്യമായാൽ ഇനി എനിക്ക് ആവശ്യമില്ല, ഇനി വഴി തെറ്റില്ല, ഇനി അധപ്പതനം ഉണ്ടാവില്ല ഉറപ്പായാലേ പാടുള്ളൂ. നടിച്ചുകൊണ്ട് കാര്യമില്ല. എല്ലാം വലിയ കേമന നടിച്ചുകൊണ്ടെന്താ കാര്യം? അയാൾ നടിക്കാൻ മാത്രം പഠിച്ചവനാണ്. ഒന്നും പഠിച്ചിട്ടില്ല, നടിക്കാൻ മാത്രം പഠിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. ലോകരെ പറ്റിക്കാം, ശരിക്കും ലോകരല്ല, ആത്മവഞ്ചകനാണ്, തന്നെ പറ്റിക്കണത്. അതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് തൃപ്തനാണെങ്കിൽ, പൂർണ്ണനായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇനി
വിരമേതയോഗാത്, സാധനങ്ങൾ വേണ്ട, വിട്ടേക്കൂ. ശാസ്ത്രം പഠിച്ചാൽ പിന്നെ എന്ത് വേണ്ട? ശാസ്ത്രം അഭ്യസ്യ മേധാവി ത്യജേത് ഗ്രന്ഥം അശേഷതഃ എന്നാണ്. ശാസ്ത്രം അഭ്യസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രന്ഥം വേണ്ട. ഭാഗവതം എത്ര വരെ വേണ്ടു? ഈ തത്വം ഉള്ളിൽ ഉറക്കുന്നത് വരെ വേണ്ടു. ഉള്ളിൽ ഉറച്ചാൽ പിന്നെ പുസ്തകം ആവശ്യമുണ്ടോ? എന്തിനാ അത്? ഉള്ളിലെത്തിയില്ലേ ഭഗവാൻ, ഇനി അതിൻ്റെ ആവശ്യമില്ല, അത് ഉപേക്ഷിക്കാം, കുഴപ്പമില്ല. അതുവരെയാണ്. ധാന്യം കിട്ടിയാൽ പിന്നെ ഭൂമി ആവശ്യമുണ്ടോ? വേണ്ട. ധാന്യം കിട്ടാനാണ് നമ്മൾ അതുകൊണ്ട് നടക്കുന്നത്. ധാന്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി കളയാറുണ്ട്. ഇതുപോലെ ഇതിലുള്ള ആ എസൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ സാധനയും ഒഴിവാക്കാം. അതാണ് ഗീതയിലും കാണും. അവസാനം എന്ത് പറയും? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അത് അവസാനേ പറയാൻ വിട്ടു. ആദ്യം ഇത് പറഞ്ഞാൽ അപകടമാവും. എല്ലാ ധർമ്മവും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടേ ഉണ്ടാവുള്ളൂ. ഭാര്യയെ ഉപേക്ഷിക്കുക, അച്ഛനെ ഉപേക്ഷിക്കുക, അമ്മ, അതല്ല പറഞ്ഞത്. തുടക്കത്തിലൊക്കെ ധർമ്മം വൃത്തിയിൽ അനുഷ്ഠിക്കണം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ വിട്ട് പോവും. അതാണ് ധർമാനുഷ്ഠാനത്തിൻ്റെയൊക്കെ ലക്ഷ്യം ഈശ്വരനാണ്. മോക്ഷമാണ് നമ്മളുടെ ലക്ഷ്യം. ധർമ്മം അനുഷ്ഠിക്കുന്നത് ധർമ്മം അനുഷ്ഠിക്കാനല്ല, പിന്നെയോ മോക്ഷത്തിലെത്താനാണ്. മോക്ഷം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ധർമ്മം ഉപേക്ഷിക്കാം. ചിന്മയാനന്ദസ്വാമി നല്ലൊരു ഉദാഹരണം പറയും. ഏതുപോലെ ചോദിച്ചാൽ പോൾ വാൾട്ട് പോലെ എന്നാണ്. ഒരു കളിയാണത്, ഒളിമ്പിക്സിലൊക്കെ കാണാം. പോൾ വാൾട്ട്. പോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു വടിയാണ്. ആ വലിയൊരു വടി എടുത്തിട്ട് ദൂരത്ത് പോയിട്ട് അത് ഓടി വന്ന് അത് കുത്തി അങ്ങോട്ട് മുകളിലേക്ക് ചാടും. ആ വടി ഉണ്ടെങ്കിലേ മുകളിലേക്ക് ചാടാൻ പറ്റുള്ളൂ. മുകളിൽ വിലങ്ങനെ ഒരു വടി വെച്ചിട്ടുണ്ടാവും. ആ വടിയുടെ അപ്പുറത്തേക്ക് ചാടണം. അതാണ് വേണ്ടത്. അപ്പുറത്തേക്ക് ചാടണമെങ്കിൽ നേരെ വടി ഇല്ലാണ്ട് പറ്റില്ല. കാരണം എത്രയോ ഉയരത്തിലാണ് വെച്ചത്. അവിടേക്ക് എത്തണം വെച്ചാൽ ഈ വടി വേണം, കയ്യിലുള്ള പോൾ വേണം. അപ്പോൾ ദൂരത്ത് പോയിട്ട് ആ പോളുമായിട്ട് ഓടി വന്ന് ആ വടി, വലിയ വടി കുത്തിയിട്ട് മുകളിലേക്ക് ഇങ്ങോട്ട് എത്തും. മുകളിൽ എത്തിയാൽ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് ചാടണം എന്നുണ്ടെങ്കിൽ ഈ വടി വിടണം. ആ വടി പിടിച്ചിരുന്ന അങ്ങോട്ടന്നെ വിടും. തോറ്റു. ജയിക്കണം എന്ന് പോകണമെങ്കിൽ എന്ത് വേണം? ഉയരാൻ നമുക്ക് ധർമ്മം ആവശ്യമാണ്. ഉയർന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടണമെങ്കിൽ എന്ത് വിടണം? ആ ധർമ്മം ഉപേക്ഷിക്കും വേണം. അതാണ് ഇവിടെ പറഞ്ഞ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ആകെ ആശ്രയമായിട്ടുള്ളത് മരക്കൊമ്പ. ആ മരക്കൊമ്പ് പിടിച്ചു നിൽക്കുകയാണ്. ആകെ ആശ്രയം മരക്കൊമ്പാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. പക്ഷെ താഴത്ത് ആരുണ്ട്? അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞു ചാടിക്കോ, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ മകൻ എന്ത് ചെയ്യും? ആ ആകെ ആശ്രയമുള്ള മരക്കൊമ്പ് വിടില്ലേ? അതാണ് ആ വിടലാണെന്ത്? സർവധർമാൻ പരിത്യജ്യ, എല്ലാം വിട്ടോളൂ, ഞാനുണ്ട്. അതാണ് സന്യാസം. സന്യാസികളെ നമ്മൾ മോശക്കാരായിട്ട് കണക്കാക്കാറുണ്ടോ? കണ്ടു ചോരില്ലാത്ത മനുഷ്യൻ, നോക്കൂ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് പോണതാ എന്ന് പറയോ? അത് നമ്മൾ പറയും ചിലരെ. പക്ഷെ സന്യാസിമാരെ പറയാറില്ല. കാരണം അവരെ ഉപേക്ഷിക്കുകയല്ല, എല്ലാം ഉൾക്കൊള്ളുകയാണ്. വലിയൊരു കാര്യത്തിൻ്റെ മുന്നിൽ ബാക്കിയുള്ളതൊക്കെ അപ്രസക്തമായിട്ട് മാറുകയാണ്. മോക്ഷത്തിന് മുന്നിൽ ഭാര്യയും മക്കളൊക്കെ എന്താവുകയാണ്? അപ്രസക്താവുകയാണ്. അവരോടുള്ള സ്നേഹം കുറയലല്ലത്. നമ്മൾ നടുക്കടലിൽ പെട്ട് കിടക്കുക, ശ്വാസം കിട്ടുന്നില്ല, മുങ്ങണു പൊന്തണു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരാൾ തോണിയിൽ വന്നിട്ട് നമ്മളുടെ നേരെ 1 കോടി റുപ്യ നീട്ടി. എന്നിട്ട് ചോദിച്ചു വേണോ ചോദിച്ചു. നമ്മളെന്ത് ചെയ്യും? വാങ്ങുമോ? എന്തായാലും 1 കോടി റുപ്യ കിട്ടിയല്ലോ ചാവിടുന്നതിൻ്റെ മുന്നേ എന്ന് കരുതി വാങ്ങുമോ? വാങ്ങില്ല. എന്താ കാരണം? എന്താ വാങ്ങാത്തത്? അദ്ദേഹത്തോട് പറയും 1 കോടി റുപ്യ മാറ്റി വയ്ക്കുക, കയ്യൊന്ന് തരൂ. അല്ലേ, ശ്വാസമാണ് വലുത്, എൻ്റെ കയ്യൊന്ന് പിടിച്ച് കയറ്റുന്നല്ലേ പറയുക. ആ 1 കോടി റുപ്യ ഇഷ്ടമല്ലായിട്ടാണോ? അല്ല, 1 കോടി റുപ്യ നല്ല മോഹമുണ്ട്, ഇല്ല ഒന്നുമില്ല. പക്ഷെ ഇപ്പം പ്രധാനം എന്താണ്? ഇപ്പം പ്രധാന ശ്വാസമാണ്. 1 കോടി റുപ്യ പ്രധാനമല്ലേ? അത് പ്രധാനമാണ്. പക്ഷേ ഇപ്പം അപ്രധാനമാണ്. ഇപ്പം പ്രധാനം ശ്വാസമാണ്. അതൊക്കെ അതിന് ശേഷം വേണമെങ്കിൽ 1 കോടി റുപ്യ കിട്ടിയ തിരക്കിടില്ല. ഇതുപോലെ ഭാര്യയും മക്കളും സ്വത്തും സമ്പത്തും ഒക്കെ അപ്രസക്തമായിട്ട് മാറണോ ഭാഗവത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുന്നിൽ? അതെല്ലാം വിടുന്നു. അത് തെറ്റായിട്ട് കണക്കാക്കാറില്ല. അപ്പം ലക്ഷ്യത്തിലെത്തിയാൽ ആ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. പുത്രാംശ ശിഷ്യാംശ്ച നൃപോ ഗുരുർവാമല്ലോകകാമോ മദനുഗ്രഹാർത്ഥ ഇത്തം വിമന്യു അനുശിഷ്യാതജ്ഞാൻ ന യോജയേത് കർമ്മസു കർമ്മമൂഢാൻ. പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഗുരുനാഥൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. രാജാവ് പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കണം. അച്ഛന്മാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കണില്ലെങ്കിൽ അച്ഛനാവില്ല. അതും പറഞ്ഞു കൊടുത്തു. നോക്കൂ മക്കളെ, നിങ്ങൾ ഈ തത്വങ്ങളൊന്നും നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഗുരുർന സസ്യാത്, ഈശ്വര വിഷയങ്ങൾ ആധ്യാത്മിക വിദ്യകളൊന്നും മക്കൾക്ക് ഉപദേശിച്ചിട്ടില്ലെങ്കിൽ ആ അച്ഛനല്ല. ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഗുരുനാഥനല്ല. ഗുരുർന സസ്യാത് സ്വജനോന സസ്യാത് പിതാന സസ്യാത് ജനനീന സസ്യാത് ദൈവം ന തത്സ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേദ്യഃ സമുപേത മൃത്യും. ഈ മൃത്യുഭയം, മരണഭയം ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈശ്വര വിഷയങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണില്ലെങ്കിൽ
ആ അച്ഛൻ അച്ഛനല്ല. ഇനി ഈശ്വരനെ നിന്ദിക്കാനാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ അച്ഛനെ നിന്ദിക്കാം, ഒരു തെറ്റുമില്ല എന്നാണ്. എന്താ പ്രമാണം? ഭാഗവതം പ്രമാണമാണ്. ഈശ്വരനെ നിഷേധിക്കാൻ അച്ഛനായ ഹിരണ്യകശിപു പറഞ്ഞു, പ്രഹ്ലാദനോ കേട്ടുവോ? അത് പറയരുത് അച്ഛാ. അക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ ലേശ അഭിപ്രായ വ്യത്യാസമുണ്ട്. അച്ഛനെ ധിക്കരിച്ച മകൻ മോശക്കാരനായോ? ഇല്ല. മഹാഭാഗവത മഹാത്മാ മഹാനുഭാവ മഹതാം മഹിഷ്ട എന്നാണ് പ്രഹ്ലാദനെ പറ്റി പറയണത്. മഹാത്മാവ് ഉണ്ടായത്. അപ്പം ഈശ്വരനെ ധിക്കരിക്കാൻ അച്ഛൻ പറഞ്ഞാലും കേൾക്കണം എന്നില്ല, അച്ഛനാവില്ല. അതാണ് പിതാന സസ്യാത്, പിതാവട്ടെ. ഇനി ഗുരുനാഥൻ പറഞ്ഞാൽ നിന്ദിക്കാം, ഒരു കുഴപ്പമില്ല. ആരാ തെളിവ്? ഒരു ഉദാഹരണം, ബലി. ഇത് വന്നത് വിഷ്ണു ഭഗവാനാണ്, കൊടുക്കരുതെന്ന് പറഞ്ഞു. ബലി പറഞ്ഞു, ഗുരുനാഥ അങ്ങക്ക് എന്നോട് അലോക്യം തോന്നരുത്, ഞാൻ കൊടുക്കും. ബലി മഹാബലിയായി. എന്തായി? ധിക്കരിച്ചോണ്ടാ. ആരെ? ഗുരുനാഥനെ ധിക്കരിച്ചപ്പോൾ മഹാനായി. എങ്ങനെയത്? ഈശ്വരനെ നിന്ദിക്കാൻ ഗുരുനാഥൻ പറഞ്ഞാലും കേൾക്കരുത്. അതാണ്. ഭാഗവതം കേൾക്കാൻ പോണ്ടാന്ന് ഒരു ഗുരുനാഥൻ പറഞ്ഞാലും കേൾക്കരുത്. അതാണ്. അമ്മയാണെങ്കിലോ എതിര് പറഞ്ഞാൽ കേൾക്കണോ? വേണ്ട. ഭരതൻ മഹാനാവാൻ കാരണം കൈകേയി പറഞ്ഞത് കേൾക്കാത്തോണ്ടാ ആണ്. ഒക്കെ നമ്മളെ ഇതിഹാസത്തിൽ തന്നെ കാണാം, ഇതൊക്കെ പുരാണങ്ങളിൽ കാണാം. ഇനി ഭർത്താവ് പറഞ്ഞാലും കേൾക്കണം എന്നില്ല. യജ്ഞപത്നിമാരാണ് ഉദാഹരണം. ഭഗവാനാണ് ആ കാട്ടിൽ വന്നത്, പോണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ കേട്ടുവോ? അവർ പോയി, തട്ടിമാറ്റിപ്പോയി. അതുകൊണ്ട് അവർക്കൊക്കെ മോക്ഷം കിട്ടേണ്ടായത് എന്ന് പറഞ്ഞ അർത്ഥം ഈശ്വരനാണ് പ്രധാനം. ലക്ഷ്യം മോക്ഷമാണ്. സുഖസ്വരൂപൻ ഭഗവാനാണ്. ശാശ്വതമായ വസ്തു ഭഗവാനാണ്. ഇതൊക്കെ അനിത്യപ്രിയന്മാരാ, എന്നല്ലെങ്കിൽ നാളെ ഇല്ലാണ്ടാവുന്നതാണ്. അതിനെ ആശ്രയിക്കുന്നവർ അവിവേകികളാണ്. വിവേകിയായിട്ടുള്ള മനുഷ്യൻ എന്നുമുള്ളതിനെയാണ് ആശ്രയിക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കൂ കുട്ടികളെ. തസ്മാത് ഭവന്തോ ഹൃദയേന ജാത സർവേ മഹീയാമസമമും സനാഭം അക്ലിഷ്ടബുദ്ധിയാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളൊക്കെ ഈ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിട്ടുള്ള ഈ ഭരതനെ അനുസരിക്കൂ. ആ ഏട്ടനോട് സ്നേഹമുള്ളവരായിട്ട് മാറൂ. ഇതാണ് ഭ്രാതൃസ്നേഹം ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ന ബ്രാഹ്മണൈ തുലയേ ഭൂതമന്യത്ത്. പിന്നീട് ബ്രാഹ്മണരുടെ മഹത്വം എടുത്ത് പറഞ്ഞു. ഇവിടെ ഭൂതങ്ങളുടെ കൂട്ടത്തിൽ ജീവജാലങ്ങൾ കുറേയുണ്ട്. ആ കൂട്ടത്തിൽ മനുഷ്യൻ കേമന, മനുഷ്യരുടെ കൂട്ടത്തിൽ ബ്രാഹ്മണരെ കേമന. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെന്തെങ്ങനെ? ഇതിലൊക്കെയാണ് പല പ്രശ്നങ്ങളും. ഭാഗവതത്തെ പറ്റിയിട്ടും മഹാഭാരതത്തെ പറ്റിയൊക്കെ ആളുകൾ കളിയാക്കി പറയുന്നത് ഇതാണ്. കാരണം അപ്പോഴും കാണില്ലേ, ഒരു ബ്രാഹ്മണ മേധാവിത്വം അവിടെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ വിചാരിക്കല്ലോ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ അർത്ഥം ബ്രഹ്മജ്ഞാനി ആണ്. സജ്ജനങ്ങൾ എന്നർത്ഥത്തെ ആലോചിക്കില്ലല്ലോ. നമ്മൾ ഈ ജാതിയായിട്ട് കാണുമ്പോഴല്ലേ കുഴപ്പം. സജ്ജനങ്ങളെയാണ് പറയണത്. അതുകൊണ്ട് ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ സജ്ജനങ്ങൾ കേമനാണ്. സജ്ജനങ്ങളാണ് എന്നെക്കാൾ കേമെന്ന് ഭഗവാൻ പറയുകയാണ്. കാരണം ഞാൻ അവരുടെ പിന്നാലെ ഓടുകയാണ്. സജ്ജനങ്ങളുടെ പിന്നാലെ ഞാൻ ഓടുകയാണ്. അഹം ഭക്തപരാധീന ഹി അസ്വതന്ത്ര ഇവ ദ്വിജ. ദുർവാസ അവനോട് പറയണില്ലേ ഭഗവാൻ, മഹർഷേ ഞാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളാണ്. കാരണം ഞാൻ ഭക്തന്മാരുടെ കെട്ടിലാണ്, അവരെന്നെ കെട്ടിയിട്ടതാണ് എന്നാണ്. ഞാൻ അവരുടെ പിന്നിൽ പോവുകയാണ്. ഞാൻ ഭക്തൻ്റെ ദാസനാണ് എന്നാണ് ഭഗവാൻ പറയണത്. എന്ന് പറഞ്ഞ അർത്ഥം അംബരീഷനാരാ? ക്ഷത്രിയനല്ലേ? പക്ഷെ ബ്രാഹ്മണനാട്ടോ. ജാതി കൊണ്ട് ആവട്ടെ, ക്ഷത്രിയൻ്റെ മകനാവട്ടെ, ബ്രാഹ്മണനാണ്, ബ്രഹ്മജ്ഞാനിയാണ്, ഭക്തനാണ്. അപ്പോൾ സജ്ജനങ്ങൾ എന്നർത്ഥം. ആ സജ്ജനങ്ങളുടെ മഹത്വം ഇവിടെ പറഞ്ഞു. ബ്രാഹ്മണൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ധൃത തണുരുശതീമേ പുരാണി ഏനേഹ സത്വം പരമം പവിത്രം ശമോദമ സത്യം അനുഗ്രഹശ്ച തപസ്ഥിതിക്ഷാനുഭവശ്ച യത്ര. ധൃതി, നമുക്ക് ധൈര്യം ഉണ്ടാവണം. പിന്നെയോ സത്വം, സത്വഗുണം വർദ്ധിക്കുക. ശമം, ദമം. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ അടക്കുക. സത്യം, സത്യസന്ധരാവുക. അതാണ്. കേവലം വാചികമായിട്ടുള്ള ഒന്നല്ല സത്യം. പിന്നെയോ അനുഗ്രഹം, കൃപ ഉണ്ടാവുക. അതാണ്. പാവങ്ങളെ കാണുമ്പം, വയ്യാത്തവരെ കാണുമ്പോഴൊക്കെ അവരെയൊക്കെ അനുഗ്രഹിക്കാനുള്ള, അവരൊക്കെ നേരെയാവണം എന്നുള്ളൊരു മനസ്സുകൊണ്ടെങ്കിലുള്ളൊരു ഭാവം. തപസ്, തപസ് എന്ന് പറഞ്ഞാൽ ഗീതയിലൊക്കെ വർണ്ണിക്കും. ശാരീരികമായിട്ടുള്ള തപസ്, മാനസികമായിട്ടുള്ള തപസ് ഒക്കെ വിസ്തരിക്കുന്നുണ്ട്. ശരീരം കൊണ്ട് കഴിയുന്നത് ഉപകാരം ചെയ്യുക. അത് സാധിക്കുന്നില്ലേ? വാക്കുകൊണ്ട് നല്ലത് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നന്മയുള്ള വാക്കുകൾ പറയുക, അവരെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന വാക്കുകൾ പറയുക. അതും സാധിക്കില്ല, നല്ലത് പറയാൻ പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, പ്രാർത്ഥിച്ചോളൂ മനസ്സുകൊണ്ട്. എന്ത്? എല്ലാവർക്കും നന്മ ഉണ്ടാവണേ. അത് പറ്റില്ലേ? അതാണ് മാനസികമായിട്ടുള്ള തപസ്. ഇങ്ങനെയുള്ള തപസ്, ഇതൊക്കെയാണ് ബ്രാഹ്മണരുടെ ഗുണങ്ങൾ. ആ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നതാണ് എനിക്ക് എന്നെ ബഹുമാനിക്കണേക്കാൾ ഇഷ്ടമെന്ന് ഭഗവാൻ പറയുകയാണ്. യാഗത്തിൽ ഹോമിക്കുന്ന ദ്രവ്യങ്ങളെക്കാൾ ആ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് സന്തോഷം. അതിനേക്കാൾ ഞാൻ മഹത്തായിട്ട് കാണുന്നത് അതാണ് എന്ന് പറഞ്ഞ അർത്ഥം യാഗത്തിൽ ഹോമിക്കേണ്ടെന്നല്ല. സജ്ജനങ്ങൾക്ക് കൊടുക്കണം. സജ്ജനങ്ങൾക്ക് കൊടുക്കുന്നതും അവരെ
അവരുടെ അനുഗ്രഹം വാങ്ങുന്നതും ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് സജ്ജനത്തിൻ്റെ മാഹാത്മ്യം ഒന്നും കൂടി ഭഗവാൻ എടുത്തു പറഞ്ഞു. സർവാണി മദ്ധിഷ്ണ്യതയാ ഭവദ്ഭിശ്ചരാചരാണി ചരാണി ഭൂതാനി സുതാ ധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭിഃ തദുഹാർഹണം മേ. ഒന്നുകൂടി എടുത്തു പറഞ്ഞു. ബ്രാഹ്മണരിൽ മാത്രമല്ല കേട്ടോ, ആദ്യം അങ്ങനെ കണ്ടോളൂ സജ്ജനങ്ങളിൽ മാത്രം, പിന്നെ പിന്നെ ലോകത്തെന്ത് കാണുന്നോ എല്ലാം ഭഗവാൻ. അതാണ് വിഭൂതി യോഗം. അങ്ങനെയാണ്. ആദ്യമൊക്കെ ചിലതിൽ മാത്രം കാണാൻ പറയും, അങ്ങനെയല്ല, കുറച്ചങ്ങോട്ട് കഴിയുമ്പം എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെന്ന് ഉറയ്ക്കും എന്നാണ്. സജ്ജനങ്ങളിൽ മാത്രമാണോ? അല്ല, ദുർജനങ്ങളിലുള്ളത് ഭഗവാൻ തന്നെയാണ്. സജ്ജനങ്ങൾ ദുർജനങ്ങൾ എന്നുള്ള ഭേദബുദ്ധി ഉണ്ടാവരുത്, എല്ലാവരിലും ഭഗവാൻ ഉണ്ട് എന്നുള്ളത് അറിയണം. അതിന് ആദ്യ പടിയിൽ എന്ത് പറഞ്ഞു? ചിലരിൽ മാത്രം കണ്ടോളൂ എന്ന് പറഞ്ഞു. അതാണ്. വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആൽമരാണെന്ന് പറയും, നമുക്കിഷ്ടമായി ഇല്ലേ? എന്താ കാരണം? ആൽമരം കേമാണല്ലോ. പക്ഷികളുടെ കൂട്ടത്തിൽ ഞാൻ ഗരുഡനാന്ന് പറഞ്ഞു, ഇഷ്ടമായില്ലേ? കാക്കയാ പറഞ്ഞാലോ ഇഷ്ടാവോ? ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ കാക്കയും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആദ്യം ഗരുഡനിൽ കാണുക, മെല്ലെ മെല്ലെ എല്ലാത്തിലും കാണാൻ പഠിക്കുക. ഇങ്ങനെ ആദ്യം സജ്ജനങ്ങളിൽ കണ്ടോളൂ, ബ്രാഹ്മണരിൽ കണ്ടോളൂ, നമ്മൾ കേമന്മാരെന്ന് വിചാരിക്കുന്നവരിൽ കണ്ടോളൂ. പിന്നെ പിന്നെ എല്ലാവരിലും ഉള്ളത് ഈ ചൈതന്യമാണെന്ന് അറിഞ്ഞ് എല്ലാവരെയും വീണ് നമസ്കരിക്കാൻ സാധിക്കുക മനസ്സുകൊണ്ട് മതി. എല്ലാവരെയും ശരീരം കൊണ്ട് വീണ് നമസ്കരിക്കാൻ പറ്റും. എത്ര എത്ര സജ്ജനങ്ങൾ ഇവിടെ ഉണ്ട്, എനിക്ക് സാധിക്കില്ല, അത് പ്രായോഗികമല്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇത് കേവലം ഉപദേശിക്കുക മാത്രമല്ല ഈ അച്ഛൻ ചെയ്തത്, സ്വയം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു. മൂത്തപുത്രനായിട്ടുള്ള ഭരതന് രാജ്യഭാരം ഏൽപ്പിച്ച് ഈ വലിയ സ്വത്ത് സമ്പത്ത് ഒക്കെ രാജ്യം ഉപേക്ഷിച്ചു. മക്കളോടൊന്നും വലിയ ആസക്തിയൊന്നും അദ്ദേഹത്തിനില്ല. ഈ ഉപദേശത്തൊക്കെ സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അതൊക്കെ അനുഭവത്തിൽ വന്ന ആളാണ് അച്ഛൻ എന്ന് ഭരതനും മനസ്സിലായി, മക്കൾക്കൊക്കെ മനസ്സിലായി. അതാണ്. ഉപദേശിക്കാൻ വലിയ പ്രയാസമില്ല, നാവിന് നീളണ്ടാവുക മാത്രമേ വേണ്ടൂ അല്ലേ? പ്രസംഗിക്കാൻ ഇപ്പം പ്രയാസമുണ്ടോ? എന്ത് പ്രയാസം ആണ്. പക്ഷേ അത് അനുഭവത്തിൽ കൊണ്ടുവരൽ അത്ര എളുപ്പമല്ല. എനിക്കും നിങ്ങൾക്കും ഈ പറഞ്ഞതൊക്കെ അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഭരതൻ അത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് ഭരതൻ്റെ മഹത്വം. എല്ലാം വിട്ട് അദ്ദേഹം യോഗീശ്വരനായി. ഈ ഭരതനെയാണ് ജൈനമതക്കാർ പറയാറുണ്ട് തീർത്ഥങ്കരൻ, ആദ്യത്തെ തീർത്ഥങ്കരനായിട്ട് കണക്കാക്കാറ് ഈ ഋഷഭദേവനെയാണ്. അതാണ് ഈ ഋഷഭദേവൻ്റെ പ്രത്യേകത. അല്പസമയം എന്തൊക്കെയോ കുറേ പറഞ്ഞു, എല്ലാം വേണ്ടതുപോലെയായി എന്നുള്ള വിചാരമൊന്നും ഇല്ല. പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ അത്രയല്ലേ സാധിക്കുള്ളൂ അല്ലേ? പരുന്ത് പറക്കാറുണ്ടെന്ന് കരുതി തുമ്പിയും പറക്കാറുണ്ട്, അതിനാവുന്നത് പോലെയൊക്കെ ഒന്ന് പറക്കും, പറക്കാണ്ടിരിക്കില്ല. ഇതുപോലെ നമ്മളും കുറേയൊക്കെ എന്തൊക്കെയോ ഈശ്വര വിഷയങ്ങൾ പറഞ്ഞു. നല്ലത് വല്ലതുണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കുക, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സജ്ജനങ്ങൾ ക്ഷമിക്കുക. ഗോവിന്ദനാമ സങ്കീർത്തനം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.